മതാധിനിവേശവും ആത്മവിജ്ഞാനവും ഭാരതത്തിൻ്റെ ദൗത്യവും എന്നാണ് നിശ്ചയിച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ പേര്. മതാധിപത്യം അഥവാ മതാധിനിവേശം എന്നത് എല്ലാവർക്കും സുപരിചിതമായ ഏറ്റവും ചരിത്രപ്രസിദ്ധമായ പ്രതിഭാസമാണ്. എല്ലാ രാജ്യങ്ങളിലും ഏതെങ്കിലും മതത്തിൻ്റെ ആധിപത്യമോ അധിനിവേശമോ ഇന്നും നമുക്ക് കാണാൻ കഴിയും. ഏത് കാലത്താണ് ഈ മതാധിനിവേശം ആരംഭിച്ചത്? ഇന്ന് ലോകത്തിലെ പ്രബലങ്ങളായിരിക്കുന്ന മതങ്ങളെല്ലാം താരതമ്യേന അടുത്ത കാലത്ത് ഉണ്ടായതാണ്. ബുദ്ധമതം, ജൈനമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം, സിഖ് മതം മുതലായ മതങ്ങളെല്ലാം 2500 കൊല്ലത്തിനിപ്പുറം, ബുദ്ധമതത്തിൻ്റെ പഴക്കം കണക്കാക്കുന്ന 2500 കൊല്ലം. ആ കാലത്തും അതിന് ശേഷവും ഉണ്ടായ മതങ്ങളുടെ ആധിപത്യം ഇന്ന് ലോകരാജ്യങ്ങളിൽ നമുക്ക് കാണാം. ഇതല്ലാതെ ചില ദേശങ്ങളിൽ ചില പ്രാചീന മതങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ജപ്പാനില് ഷിൻഡോയിസം ഉണ്ടായിരുന്നു, ചൈനയിൽ താവോയിസം ഉണ്ടായിരുന്നു. ഇതെല്ലാം ആശയ സംഹിത അഥവാ തത്വചിന്തയായിരുന്നു. അതോടൊപ്പം അത് മതവും ആയിരുന്നു. ഇന്നതിൻ്റെ ഒന്നും പേര് നമ്മൾ അധികം കേൾക്കാറില്ല. ജപ്പാനില് പറയും ഷിൻഡോയിസം സ്ഥിരമായിട്ട് ജപ്പാനിലുണ്ട്, ജപ്പാൻകാരന് ഷിൻഡോയിസ്റ്റ് അല്ലാതെ ആകാൻ കഴിയില്ല, അവൻ ഒരു മതത്തിലും വിശ്വസിച്ചില്ലെങ്കിൽ അവൻ ഷിൻഡോയിസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ഇവിടെ നമ്മൾ ഹിന്ദുമതത്തിനെ അല്ലെങ്കിൽ ഹിന്ദുത്വത്തിനെ പറ്റി പറയുന്നത് പോലെയാണ്. ഹിന്ദുവാകുന്നത് മതവിശ്വാസം കൊണ്ടല്ല, മതവിദ്വേഷികളും ഹിന്ദു ആണ് എന്നാണല്ലോ നമ്മൾ പറയാം. ഇതുതന്നെയാണ് ജപ്പാൻകാരുടെയും മനോഭാവം. പറയുന്ന ജപ്പാൻകാർക്ക് ഒരിക്കലും ഷിൻഡോയിസ്റ്റിൽ ഉണ്ടാവാൻ കഴിയില്ല, മതം ഉണ്ടാവട്ടെ ഇല്ലാണ്ടിരിക്കട്ടെ. ചൈനയിൽ ആധിപത്യം ബുദ്ധമതത്തിൻ്റെതാണ്. അവസാനം പ്രാചീന കാലത്താണ് ഈ താവോയിസം ഉണ്ടായത്. ചരിത്രകാലത്ത് ബുദ്ധമതമാണ് ചൈനയിൽ ആധിപത്യം പുലർത്തിയിരുന്നത്. കമ്മ്യൂണിസത്തിൻ്റെ വരവോടുകൂടി അത് ഇല്ലാതെയായി. എന്നാലും ചൈനയെക്കുറിച്ച് പറഞ്ഞു കേൾക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു കേൾക്കില്ല. വളരെ ഉത്തരവാദപ്പെട്ട സത്യം പറയുന്ന ശീലമുള്ള ആൾ തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. ചൈനയിലെ എല്ലാ വഴികളിലും ബുദ്ധന്റെ പ്രതിമയുണ്ട് എന്നും കമ്മ്യൂണിസ്റ്റ് ചൈനയില്. അതിന് മുമ്പിൽ കൂടി പോകുമ്പോൾ തല കുനിച്ചിട്ട് വേണം പോകാൻ. ബുദ്ധപ്രതിമ കണ്ടാൽ അവിടെ തല കുനിക്കണം, ഇല്ലെങ്കിൽ തലയ്ക്ക് അടി കിട്ടും. അടിക്കുന്നത് ബൗദ്ധന്മാരല്ല, ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വിശേഷം ചൈനയ്ക്ക് ഉണ്ട്. അപ്പം മതമില്ലാതെയായാലും ബുദ്ധപ്രതിമയും അതിനു മുമ്പിൽ തല കുനിച്ചില്ലെങ്കിൽ തലയ്ക്ക് അടിക്കാനുള്ള ആളുകളും ഇന്നും ചൈനയിലുണ്ട്. ബുദ്ധമതത്തിന്റെ സ്വാധീനം എത്ര ആഴത്തിലുള്ളതായിരുന്നു അവിടെ എന്ന് നമുക്ക് ഏറെക്കുറെ അതുകൊണ്ട് ഊഹിക്കാം. മതാധിപത്യം എങ്ങനെയാണ് തുടങ്ങിയത്? എല്ലാ മതങ്ങളുടെയും ആധിപത്യം ഒരേ രൂപത്തിലല്ല ഉണ്ടായത്. ഉദാഹരണത്തിന് ബുദ്ധമതത്തിന്റെ സ്വാധീനം പറഞ്ഞല്ലോ. ബുദ്ധമതം ചൈനയിൽ സ്വാധീനിച്ചു, അതുപോലെ തന്നെ ജപ്പാനിലും സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബുദ്ധമതത്തിന്റെ സ്വാധീനം മറ്റു ചില മതങ്ങളെ പോലെ ഭീകരാക്രമണത്തിൽ കൂടി തുടങ്ങിയതല്ല. ചരിത്രത്തിലെങ്ങും അവരുടെ ഭാഗത്തു നിന്നൊരു ഭീകര പ്രവർത്തനം, ടെററിസം ഉണ്ടായതായിട്ട് കാണുന്നില്ല. ഭീകര പ്രവർത്തനം കൂടാതെ തന്നെ 2 രാജ്യങ്ങളിലെങ്കിലും
ഒരു മതത്തിന്റെ അധീശത്വം വന്നതായിട്ട് നമ്മൾ കാണുന്നു. വേറെ ചില മതങ്ങള് ബലാത്കാരത്തിന്റെ ഭാഷയാണ് ഉപയോഗിച്ചത്, ഭീകര പ്രവർത്തനമാണ് ഉപയോഗിച്ചത്. ചില മതങ്ങൾ ഇപ്പോഴും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ബലാത്കാരം കൂടാതെ അഥവാ ഭീകര പ്രവർത്തനം കൂടാതെയും അതോടുകൂടിയും ഈ മതത്തിന്റെ ആധിപത്യം സമൂഹങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഇത് പറഞ്ഞത്. നമ്മുടെ വിഷയം ഭാരതത്തിലെ മതാധിപത്യവും, മതാധിപത്യം വരുന്നതിന് മുൻപ് ഭാരതത്തിലുണ്ടായിരുന്ന ആത്മവിജ്ഞാനവും, ആ ആത്മവിജ്ഞാനത്തെ ഈ മതാധിപത്യം എങ്ങനെ നശിപ്പിച്ചു, അങ്ങനെ നശിച്ചു കിടക്കുന്ന, മറഞ്ഞു കിടക്കുന്ന, അന്യാധീനപ്പെട്ട് തകർന്ന് കിടക്കുന്ന ഈ ആത്മവിജ്ഞാനത്തെ നോക്കിയാൽ അതിനോട് ഇന്ന് നമ്മുടെ കർത്തവ്യം എന്താണ്, അതായിരിക്കും ഭാരതത്തിന്റെ ദൗത്യം എന്ന അംശം കൊണ്ട് ഉദ്ദേശിക്കുക. നമുക്ക് ഭാരതത്തിലേക്ക് വരാം. ഈ ഭാരതത്തിലെ വൈദേശിക ആധിപത്യം, അതുപോലെ ലോകത്തിലെവിടെയുമുള്ള വൈദേശിക ആധിപത്യം ആധുനിക ചരിത്രകാരന്മാർ കണക്കാക്കിയിട്ടുള്ളതിനേക്കാൾ വളരെ പഴക്കമുള്ളതാണ് എന്ന് വേണം വിചാരിക്കാൻ. ഈ ആധുനിക ചരിത്രകാരന്മാരുടെ പഠനങ്ങൾ എന്ന് പറയുമ്പോൾ അധികവും ഇൻഡോളജിസ്റ്റുകളുടെ പഠനമാണ്. ഇൻഡോളജിസ്റ്റുകളുടെ പിന്നിലുണ്ടായിരുന്ന ശക്തി സാമ്രാജ്യ ശക്തിയായിരുന്നു. സാമ്രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയാണ് ഇൻഡോളജിയും ഇൻഡോളജിസ്റ്റുകളും അവരുടെ ചരിത്ര പഠനങ്ങളും എല്ലാം ഉണ്ടായത്. അതിനെ പണഞ്ചെലവാക്കിയിരുന്നതും സാമ്രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യം. അങ്ങനെ ഒരു സാമ്രാജ്യ ശക്തിയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഇൻഡോളജിസ്റ്റുകൾ എന്ന് പറയുന്ന ചരിത്ര ഗവേഷകന്മാർക്ക് സ്വാഭാവികമായി ചരിത്ര സത്യം കണ്ടെത്തുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നില്ല. സാമ്രാജ്യത്തിന്റെ താല്പര്യങ്ങളെ സേവിക്കുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് സത്യം എന്താണ് എന്നതിൽ അവർക്ക് വലിയ നിഷ്കർഷ ഉണ്ടായിരുന്നില്ല. അവർ ചില രേഖകളൊക്കെ തട്ടിക്കൂട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ ചില ചരിത്രവാദങ്ങൾ രൂപീകരിച്ചു. ചരിത്രവാദങ്ങളും ചരിത്ര സത്യങ്ങളും രണ്ടും രണ്ടാണ്. ചരിത്രവാദം, ഹിസ്റ്റോറിക് തിയറീസ്, തിയറി മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. തിയറി ഉണ്ടാക്കാൻ വസ്തുതകളുടെ അടിസ്ഥാനം വേണം എന്നാണ് സാമാന്യമായിട്ടുള്ള സങ്കല്പം. പക്ഷെ പലപ്പോഴും ഒരു വസ്തുതയുടെയും അടിസ്ഥാനം ഇല്ലാതെ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, തിയറി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയാൽ സംസ്കൃതത്തിൽ ഇതിന് സിദ്ധാന്തം എന്ന് പേര് പറയാൻ പറ്റില്ല. കാരണം സിദ്ധാന്തത്തിന്റെ ഉത്പത്തി പ്രകാരമുള്ള അർത്ഥം അവിടെ യോജിക്കില്ല. തിയറി എന്ന് പറയാമോ എന്നറിഞ്ഞുകൂടാ. അതുകൊണ്ട് വാദം എന്ന് പറഞ്ഞാൽ മതി. അതിന് സിദ്ധാന്തം എന്ന് പറയാതെ വാദം എന്ന് പറയാ. ചരിത്രവാദങ്ങൾ, ഹിസ്റ്റോറിക് തിയറീസ്. മറ്റേത് ഹിസ്റ്റോറിക് ഫാക്ട്സ് ആണ്, ചരിത്ര വസ്തുതകൾ. വസ്തുതകൾ എന്ന് പറയുമ്പോൾ അതിന് തെളിവുണ്ട്. ഇതിങ്ങനെ തന്നെയാണ് എന്ന് സമർത്ഥിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ നിർണയം നടന്നിരിക്കുന്നു, തീരുമാനം വന്നിരിക്കുന്നു. അങ്ങനെ തീരുമാനം വന്നത് ചരിത്ര വസ്തുതകൾ. തീരുമാനം വരാത്ത ചരിത്ര സംബന്ധിയായിട്ടുള്ള എന്തെല്ലാം ആശയങ്ങൾ ആരെല്ലാം ഉന്നയിച്ചിട്ടുണ്ടോ അതെല്ലാം ചരിത്രവാദങ്ങൾ മാത്രമാണ്. ഇപ്പൊ ചരിത്രവാദങ്ങളെ ചരിത്ര വസ്തുതകളായിട്ട് പ്രചരിപ്പിക്കുന്നു, പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് മനുഷ്യൻ മനസ്സിനോട് ചെയ്യുന്ന
ചരിത്രത്തോട് ചെയ്യുന്ന, വിജ്ഞാനത്തോട് ചെയ്യുന്ന ഘോരമായ അപരാധമാണ്. വാദങ്ങളെ വാദങ്ങളായും വസ്തുതകളെ വസ്തുതകളായും പഠിപ്പിക്കും. ഇൻഡോളജിലുണ്ടായിക്കൊണ്ടുവന്ന ഒരു ആര്യൻ ആക്രമണവാദമുണ്ട്, ആര്യൻ ഇൻവേഷൻ തിയറി. ആ തിയറി കണ്ടാൽ നമുക്ക് തോന്നും ഇന്നത്തെ പോലെ ചിട്ടയായിട്ട് സംഘടിപ്പിച്ച് പരിശീലിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ആര്യൻ സൈന്യം ഇന്ത്യയിലേക്ക് വരുന്നു, ഇന്ത്യയെ ആക്രമിക്കുന്നു, കീഴടക്കുന്നു, അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നു, പിന്നെ അവരുടെ സംസ്കാരം ഇന്ത്യയിൽ പ്രചരിക്കുന്നു, ആ സംസ്കാരം ഇന്ത്യ സ്വീകരിക്കുന്നു, ഇന്ത്യയുടെ സംസ്കാരം ഇല്ലാതെയാവും. ഇതാണ് ഏറെക്കുറെ അവിടെ നമുക്ക് കിട്ടുന്ന ചിത്രം. ഈ ഇൻഡോളജിസ്റ്റുകളുടെ ആര്യൻ ആക്രമണവാദത്തെയും അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ വാദങ്ങളെയും, പ്രത്യേകിച്ച് ആര്യഭാഷാവാദം, ആര്യഗോത്രം, ദ്രാവിഡ ഗോത്രം എന്ന രണ്ട് ഗോത്രങ്ങളായിട്ട് ഭാരതീയ ഭാഷകളെ വിഭജിച്ച് ചെയ്തിട്ടുള്ള വിശകലനങ്ങൾ, ഇതിനെയെല്ലാം പിൽക്കാലത്ത് പണ്ഡിതന്മാർ ഖണ്ഡിച്ചിട്ടുണ്ട്. ഇൻഡോളജിസ്റ്റുകളുടെ ആര്യൻ ആക്രമണവാദത്തിലും ആര്യഭാഷാവാദത്തിലും ഖണ്ഡിക്കപ്പെടാത്തതായി ഒന്നും ഇപ്പോൾ ശേഷിച്ചിട്ടില്ല. പൂർണ്ണമായും തകർത്ത നിലംപരിശാക്കപ്പെട്ട വാദമാണ് ഇൻഡോളജിസ്റ്റുകളുടെ ആര്യാക്രമണവാദം. ഈ ആര്യാക്രമണവാദം മുൻനിർത്തിയാണ് ആര്യാക്രമണവാദം ഉണ്ടായിട്ടേ ഇല്ല എന്ന വാദം കൊണ്ട് നടക്കുന്നവരും പ്രവർത്തിക്കുന്നു. നമ്മൾ ആര്യാക്രമണത്തിനെ പറ്റി പറയുമ്പോഴും ഇതെല്ലാം പണ്ട് തന്നെ പണ്ഡിതന്മാർ ഖണ്ഡിച്ചതല്ലേ എന്നാണ് ചോദിക്കുക. ഖണ്ഡിച്ചത് ഏതാണ്? ഖണ്ഡിച്ചത് ഇൻഡോളജിസ്റ്റുകളുടെ വാദമാണ്. ഇൻഡോളജിസ്റ്റുകളുടെ വാദം ഖണ്ഡിക്കാൻ ഒരു വിഷമവും ഇല്ല. കാരണം പ്രകടമായ വൈകല്യങ്ങളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട്. അത് ഖണ്ഡിക്കാൻ അത്ര വലിയ പാണ്ഡിത്യമൊന്നും വേണ്ട. ഇപ്പൊ ഭാഷയെ പറ്റി സാമാന്യം നല്ല ജ്ഞാനം, ഭാഷയുടെ ഘടന, ഭാരതീയ ഭാഷകളിലുള്ള വാക്യങ്ങളുടെ ഘടനയും മറ്റുമൊക്കെ അറിയുന്ന ആളുകൾക്ക് ഈ ആര്യഭാഷാവാദം ഖണ്ഡിക്കാൻ വിഷമമില്ല. അങ്ങനെയാണ് ഖണ്ഡിച്ചിട്ടുള്ളത്. ഭാഷാ പണ്ഡിതന്മാര് എന്നെ ഖണ്ഡിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പൊ ഖണ്ഡിക്കപ്പെട്ട വാദം ആണ് ഈ ഇൻഡോളജിസ്റ്റുകളുടെ ആര്യാക്രമണമാണ്. നമ്മൾ പറയുന്ന ആക്രമണം ഈ ഇൻഡോളജിസ്റ്റുകൾ പറയുന്ന കാലത്ത് ഉണ്ടായതല്ല. എന്നിട്ട് പറയാതെ 3500 വർഷമൊക്കെ. ആ കാലത്തൊന്നും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന ആക്രമണം ഉണ്ടാകുന്നത് 10,000-കണക്കിന് കൊല്ലം മുമ്പാണ്. അതിന്റെ ചരിത്രം ആരും എഴുതിയിട്ടില്ല. പക്ഷെ അതിന് ചരിത്രം ഉണ്ടല്ലോ, ചരിത്രം ഇല്ലാതിരിക്കാൻ പറ്റില്ല. ജഗത്തിന് തന്നെ ചരിത്രമുണ്ട്, കാലത്തിന് ചരിത്രമുണ്ട് എന്നാണ് പറയാ. അതാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ അതാണ്, കാലത്തിന്റെ സംക്ഷിപ്ത ചരിത്രം. അപ്പൊ കാലത്തിന് തന്നെ ചരിത്രമുണ്ട്. കാലം എപ്പോഴാണ് തുടങ്ങിയത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് അന്ന് മുതൽ കാലം ഉണ്ട്, കാലത്തിന് ചരിത്രമുണ്ട്, വളരെ സ്പഷ്ടമായ ചരിത്രമുണ്ട്. ജഗത്തിന് മുഴുവനും ചരിത്രമുണ്ട്. ഈ ജഗത്ത് ഉണ്ടാകുന്നത് മുതൽക്കുള്ള ചരിത്രം, ജഗത്ത് ഈ രൂപത്തിലുണ്ടാകുന്നതിന് മുൻപ് എന്താണ് ഉണ്ടായിരുന്നത് എന്നത് മുതലുള്ള ചരിത്രം നമുക്കിന്ന് കിട്ടാൻ സാധിക്കും. അങ്ങനെയാണല്ലോ തത്വമസി പ്രകരണം ഉണ്ടായത്. ജഗത്തിന്റെ ഉത്പത്തിക്ക് മുൻപ് ജഗത് പ്രാഗഭാവത്തിൽ അതിൻ്റെ കാരണമായ സത്ത് ഉണ്ടായിരുന്നു. സത്ത് സങ്കല്പിച്ച് ക്രമിച്ചാണ് ജഗത്തായത് എന്ന് ആത്മവിജ്ഞാതാക്കൾ കണ്ടുപിടിച്ചു. അപ്പോ ആ ചരിത്രം കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ അതിനൊക്കെ എത്രയോ പിന്നീട് മനുഷ്യജാതി ഉണ്ടായതിനു ശേഷം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ
മനുഷ്യർ അഭിവൃദ്ധി പ്രാപിച്ച് അവരുടെ സംസ്കാരം വളർത്തിക്കൊണ്ടുവന്ന് അവരുടെ വിജ്ഞാനങ്ങളും സ്വരൂപിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാലത്ത് എന്താണ് ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കാൻ എന്താണ് വിഷമം? അതിന് രേഖകളില്ലായിരിക്കാം, അതാരും എഴുതി വെച്ചിട്ടില്ല. ഈ ജഗത്തിന്റെ ഉത്പത്തിക്ക് മുമ്പ് എന്താണ് ഉണ്ടായിരുന്നത് എന്നും ആരും എഴുതി വെച്ചിരുന്നില്ല. എങ്ങും എഴുതിയിട്ടില്ലാത്ത ഒരു സത്യം ആണ് ഈ ജ്ഞാനികൾ കണ്ടുപിടിച്ചത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വഴിയുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കും? അത് ബോധത്തിൽ കൂടി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇതിന്റെ എല്ലാ രേഖ ബോധത്തിലാണുള്ളത്. അപ്പൊ വിശ്വബോധത്തിൽ രേഖയാവാതെ ഒന്നിനും സംഭവിക്കാൻ കഴിയില്ല. അപ്പൊ എന്തുണ്ടായി എന്തുണ്ടായില്ല എന്നതിന് എപ്പോഴും നമുക്ക് പരാമർശത്തിന് വേണ്ടി വിശ്വബോധമുണ്ട്, അവിടെ രേഖകളും ഉണ്ട്. അതിന് ഇന്റർനെറ്റ് ഒന്നും വേണ്ട. ഇതാണ് ആദ്യത്തെ ഇന്റർനെറ്റ്, നാച്ചുറൽ ഇന്റർനെറ്റ്. പക്ഷെ ആരും അവിടേക്ക് നോക്കില്ല. അവിടെ നോക്കാനുള്ള ഉപകരണം നമ്മുടെ ബോധമാണ്. ഇന്റർനെറ്റ് കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ ഈ വിശ്വബോധം എന്ന് പറയുന്ന ഇന്റർനെറ്റിലെ വിവരങ്ങൾ നമ്മുടെ ബോധത്തിലേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ശീലം നമുക്ക് നഷ്ടപ്പെട്ടു. ആ ശീലം നഷ്ടപ്പെട്ടതിൽ ഈ മതാധിപത്യമാണ് നിർണായകമായ പങ്കുവഹിച്ചത്. മതാധിപത്യവും അതുകൊണ്ട് മതത്തിന്റെ പ്രഭാവവും ഉണ്ടായപ്പോൾ ആ മതപ്രഭാവമാണ് മനുഷ്യന്റെ ഈ സ്വഭാവത്തെ നശിപ്പിച്ചത്. കുറെയൊക്കെ കഴിവിനെ കെടുത്തിക്കളഞ്ഞു മതം കൊണ്ട്. വിശ്വാസം വന്നപ്പോ നമ്മുടെ ബോധതലം ഇരുണ്ടുപോയി. മനുഷ്യന്റെ സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്ന ബോധതലങ്ങളുടെ പ്രവർത്തനം ക്ഷീണിച്ച് പല പ്രവർത്തനങ്ങളും തീരെ ഇല്ലാതെയായി. വൻതോതിലുള്ള ബോധപരമായ അധപ്പതനം സംഭവിച്ച് ബോധതലത്തിൽ നമ്മൾ വളരെ താണുപോയി, മനുഷ്യവംശം മുഴുവൻ. ഇതാണ് മതം കൊണ്ടുണ്ടായ നേട്ടം. അങ്ങനെ താണുപോയത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ പ്രാചീന ആത്മജ്ഞാനികൾ കണ്ടെത്തിയതുപോലെ ബോധത്തിൽ കൂടി വിവരങ്ങൾ കണ്ടെത്താൻ കഴിയാത്തത്. പക്ഷെ വേറെ വഴിയില്ല. നമുക്കറിയണമെങ്കിൽ ഇതല്ലാണ്ട് വേറൊരു വഴിയുമില്ല. അപ്പൊ ആ വഴിക്ക് തന്നെ എല്ലാവരും പരിശ്രമിക്കേണ്ടി വരും. ഇനി അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ വഴിക്ക് തന്നെ പരിശ്രമിക്കേണ്ടി വരും. കാരണം വേറെ വഴിയില്ല. ഇങ്ങനെ പ്രാചീന കാലം മുതൽക്ക് നമുക്കൊരു വഴിയുണ്ട്. എല്ലാ രഹസ്യങ്ങളും കണ്ടുപിടിക്കാൻ മനനം ധ്യാനം എന്ന രണ്ട് രാജപാതകൾ. മനസ്സുകൊണ്ട് എല്ലാം കണ്ടുപിടിക്കാം. ഇതാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ തോട്ട് എക്സ്പെരിമെന്റ് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ സാപേക്ഷത സിദ്ധാന്തത്തിലെ കൊണ്ടുവന്നത്, റിലേറ്റിവിറ്റി ഫിസിക്സിലേക്ക് കൊണ്ടുവന്ന തോട്ട് എക്സ്പെരിമെന്റ്. ഈ മനനവും ധ്യാനവും തന്നെയാണ് തോട്ട് എക്സ്പെരിമെന്റ്, വേറൊന്നല്ല. അപ്പോൾ ഇത് ആധുനിക വിജ്ഞാനത്തിനും സ്വീകാര്യമായിരിക്കുന്നു. ഇപ്പോ ആ വഴിക്ക് അന്വേഷിക്കുക. അങ്ങനെ നോക്കുമ്പോ ചില വസ്തുതകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. വസ്തുതകളെക്കാൾ ചില വസ്തുതകൾക്ക് വിശദീകരണം കണ്ടെത്താൻ കഴിയും. വസ്തുതകൾ കൺമുമ്പിൽ സതയുള്ളതാണ്. ആ വസ്തുത ഇന്ന് നമുക്ക് ലോകമൊട്ടുക്ക് ഏത് രാജ്യം എടുത്താലും, ഇന്ന രാജ്യം എന്നില്ല, എല്ലാ രാജ്യങ്ങളിലും ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജന്തുവർഗത്തെ, ഒരു സ്പീഷിയുടെ അകത്ത്, ഒരു ജാതിയുടെ അകത്ത് വിരുദ്ധമായ രണ്ട് ഉപജാതികളെ കാണാൻ കഴിയും. സത്യം, ധർമ്മം, സമ്യജ്ഞാനം, ഇതിലെല്ലാം താല്പര്യമുള്ള ഒരു വിഭാഗം. ഈ സത്യവും ധർമ്മവും സമ്യജ്ഞാനവും
എന്താണെന്ന് അറിയാനും അതിൽ ജീവിക്കാനും വേണ്ടി അവർ യുക്തിയെയും ബുദ്ധിയെയും ആശ്രയിക്കുന്നു. അവർ പഠന ഗവേഷണങ്ങൾ നടത്തുന്നു. അവർ തന്നെ പഠിക്കുന്നു. അവർ ലോകത്തെ പഠിക്കുന്നു. ലോകത്തിലെ ജനങ്ങളെ പഠിക്കുന്നു, സസ്യങ്ങളെ പഠിക്കുന്നു, മൃഗങ്ങളെ പഠിക്കുന്നു, പ്രകൃതിയെ പഠിക്കുന്നു. അതിൻ്റെ എല്ലാം അവസ്ഥാവിശേഷങ്ങളെ പഠിക്കുന്നു. എന്നിട്ട് ഇവിടെയെല്ലാം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്നവർ ചിന്തിക്കുന്ന പരിഹാരം കണ്ടുപിടിക്കുന്നു. ഒരു ജഗത്തിൻ്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം. ഇങ്ങനെ ജീവിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട്. ഇതിൽപ്പെട്ടവർ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അതോടൊപ്പം ലോകത്തെ ചിന്തിക്കാതെ, മനുഷ്യവംശത്തെ ചിന്തിക്കാതെ, ഈ മൃഗജാതിയോ സസ്യജാതിയോ ഒന്നും ചിന്തിക്കാതെ തൻ്റെ കാര്യം മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവരുണ്ട്. സത്യവും ധർമ്മവും സമ്യജ്ഞാനവും ഒന്നും അവർക്ക് വിഷയമല്ല. അവർക്ക് സത്യം അറിയണം എന്നില്ല, ധർമ്മം ചെയ്യണം എന്നില്ല. അവര് അസത്യം പറയും, അധർമ്മം ചെയ്യും, അനീതി ചെയ്യും. അവർ വിപരീത ജ്ഞാനം വെച്ചുകൊണ്ടിരിക്കും, വിപരീത ജ്ഞാനത്തെ സൃഷ്ടിക്കും, വിപരീത ജ്ഞാനത്തെ പ്രചരിപ്പിക്കും. അങ്ങനെ എല്ലാം വിപരീതമായിട്ടുള്ള ചില ആളുകൾ, എല്ലാം വിപരീതം. വാമബുദ്ധികൾ എന്ന് നമുക്ക് വേണമെങ്കിൽ അവരെ വിളിക്കാം. കാമെന്ന് വെച്ചാൽ വിപരീതം, വിപരീത ബുദ്ധികൾ. ഈ വിപരീത ബുദ്ധികളായ ഒരു വർഗമുണ്ട്, ബുദ്ധി നേരെയുള്ള മറ്റൊരു വർഗമുണ്ട്. ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ വിശേഷമല്ല, എല്ലാ സമൂഹങ്ങളിലും ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഭാരതത്തെ നോക്കിയാലും ഭാരതത്തിലും ഇങ്ങനെ തന്നെയാണ്. ഈ രണ്ട് വർഗങ്ങൾ തമ്മിൽ എപ്പോഴും സംഘർഷം ഉണ്ടാവും. സ്വാഭാവികമാണല്ലോ. വിരുദ്ധ സ്വഭാവക്കാർ തമ്മിൽ, വിരുദ്ധ വീക്ഷണങ്ങൾ തമ്മിൽ, വിരുദ്ധ ആദർശങ്ങൾ തമ്മിൽ, വിരുദ്ധ പദ്ധതികൾ തമ്മിൽ സംഘർഷം സ്വാഭാവികമായിട്ടുണ്ടാകും. അങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഗ്രാമതലം മുതൽ ഭൂമിയുടെയും തലം വരെ ഇങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഭാരതത്തിന്റെ അവസ്ഥ തന്നെയാണ്. അപ്പൊ ഈ രണ്ടു തരം ആളുകൾ എങ്ങനെ ഉണ്ടായി? ഈ ആളുകളെ പറ്റി എന്തെങ്കിലും പഴയ രേഖ ഉണ്ടോ? ചരിത്രം അല്ല എങ്കിലും എന്തെങ്കിലും രേഖകൾ, എന്തെങ്കിലും പ്രതിപാദനങ്ങൾ ഇവരെ പറ്റി പണ്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുന്നത് രസകരമായിരിക്കും. ചരിത്രം എന്നതിനെ വിളിക്കാൻ പറ്റില്ല, ചരിത്രം എന്ന് വിളിക്കും. നമുക്ക് എന്തായാലും അത് ചരിത്രമല്ല. അപ്പൊ ചരിത്രമല്ലാത്ത ചില രേഖകൾ ഇവരെ പറ്റിയുണ്ട്. ഇതിങ്ങനെ സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളായ ജനവിഭാഗങ്ങളെ പറ്റി ആയതുകൊണ്ട് ആ അംശത്തിന് ചരിത്രത്വം ഉണ്ട് താനും. അതൊരു വെറും കഥയല്ല, അത് സമൂഹത്തിൽ ഉള്ള ഒന്നിൻ്റെ വർണ്ണനയാണ്. അതുകൊണ്ട് അത്രത്തോളം അതിൽ ചരിത്രത്തിന്റെ അംശമുണ്ട്. ഇങ്ങനെ ചരിത്രം അല്ലാത്തതും എന്നാൽ ധാരാളം ചരിത്ര അംശങ്ങൾ ഉള്ളതും ആയ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. വളരെ വിപുലമായ വാങ്മയം ഉണ്ട്. ഇതും എല്ലാ സമൂഹങ്ങളിലും ഉണ്ട്. ഇതില്ലാത്തൊരു സമൂഹമില്ല, എല്ലാ സമൂഹങ്ങളിലും ഉണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള വാങ്മയമാണ് ഈ വേദപുരാണ ഇതിഹാസങ്ങള് എന്ന് പറയുന്ന സാഹിത്യം. അപ്പൊ അതിൽ കുറച്ച് ചരിത്രാംശം ഉണ്ട്. ഈ പറഞ്ഞ വൈരുദ്ധ്യം സൂചിപ്പിക്കുന്ന, സത്യസന്ധമായിട്ടല്ല, അതിനെ വിപരീതമാക്കി പറയുന്ന ഒരു പരാമർശം ഈ വേദപുരാണ ഇതിഹാസങ്ങളിൽ എല്ലാം ഉണ്ട്.
വേദത്തിൽ തുടങ്ങി പിന്നെ പുരാണങ്ങളും ഇതിഹാസങ്ങളിലും എല്ലാം വിസ്തരിക്കപ്പെടുന്ന രണ്ട് വർഗങ്ങളുടെ പരാമർശമാണ്. ഒരു വർഗത്തെ ദേവൻ എന്നും മറ്റേ വർഗത്തെ അസുരൻ എന്നും വിശേഷിക്കും. ഋഗ്വേദത്തിൽ തുടങ്ങുന്നു ഈ വർഗങ്ങളുടെ പരാമർശം. പറയും പഴക്കമുണ്ട്. ഋഗ്വേദത്തിൽ പറയുന്നു, ദേവാസുര സംയത്ത ആസൻ. ദേവന്മാരും അസുരന്മാരും പരസ്പരം പോരാടിക്കൊണ്ടിരുന്നു, യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. ഋഗ്വേദത്തിൽ പോലും ഭൂതകാലത്തിലാണ് പറയുന്നത്. ഋഗ്വേദ കാലത്തല്ല യുദ്ധം തുടങ്ങിയത്, അതിന് മുമ്പേ ഉണ്ട്. പണ്ടേ ഉള്ള ഒന്നിനെയാണ് ഋഗ്വേദം പരാമർശിക്കുന്നത്. ദേവാസുരന്മാർ പരസ്പരം പോരാടിക്കൊണ്ടിരുന്നു. ദേവന്മാരാരാണ് അസുരന്മാരാരാണ് എന്ന് നോക്കുമ്പോ പുരാണങ്ങളിൽ ദേവന്മാരും അസുരന്മാരുമാണ് കഥാപാത്രങ്ങൾ. ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഈ ദേവന്മാരും അസുരന്മാരും അതുപോലെ തന്നെ ഉണ്ടാകും. പക്ഷെ ഇവരാരാണ് എന്ന് ഇത് വായിച്ചാൽ നിർണയം വരില്ല. ഇത് വായിച്ച നിർണയം വരാത്ത വിധത്തിലാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. ഈ ദേവന്മാര് എന്ന് പറയുന്ന ആളുകൾ ആര്, അസുരന്മാരാര്? വേദപുരാണ ഇതിഹാസങ്ങളുടെ ഒക്കെ വാദം സൃഷ്ടി ദേവാസുരമാണ്. മുഴുവൻ സൃഷ്ടിയും ദേവൻ അസുരൻ രണ്ടാണ്. അപ്പൊ ദേവാസുരങ്ങൾ എന്ന രണ്ട് പ്രകൃതികളായിട്ടാണ് സർവ ജന്തുക്കളുള്ളതെന്നാണ്. അപ്പൊ സൃഷ്ടിയെ ദേവാസുരമാണ് എന്നാണ് വാദം. പക്ഷെ ആരാണ് ദേവന്മാര്, ആരാണ് അസുരന്മാര്? ദേവന്മാരുടെ പേരുകളൊക്കെ പുരാണങ്ങളിൽ കാണാം, അസുരന്മാരുടെയും പേരുകൾ കാണാം. വേദങ്ങളിലുണ്ട് പേരുകൾ. ഋഗ്വേദം മുതൽ ദേവന്മാരുടെ അസുരന്മാരുടെയും ധാരാളം പേരുകൾ നമുക്ക് കിട്ടും. പക്ഷേ പേരുകൾ കേട്ടത് കൊണ്ട് ആ വിഭാഗം എന്താണെന്ന് മനസ്സിലാവില്ല. ദേവന്മാരുടെ നേതാവാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രൻ വിശ്വസാഹിത്യത്തിലെ ഏറ്റവും വൃത്തികെട്ട കഥാപാത്രമാണ്. ബാഡ് ക്യാരക്ടർ എന്നും പറഞ്ഞാൽ പോരാ, വേഴ്സ്റ്റ് ക്യാരക്ടർ. ലോക സാഹിത്യത്തിൽ ഏറ്റവും വലിയ ദുസ്വഭാവി ആരാന്ന് ചോദിച്ചാൽ അത് ദേവന്മാരുടെ നേതാവായ ഇന്ദ്രനാണ്. പേരും കള്ളൻ, ചതിയൻ, വഞ്ചകൻ, ആർത്തി പിടിച്ചിട്ടുള്ളവൻ. എന്ത് കിട്ടിയാലും മതിയാവില്ല, എല്ലാത്തിനും നശിപ്പിക്കുക. എത്ര നശിപ്പിച്ചാലും നശിപ്പിക്കാനുള്ള ആർത്തിയും തീരില്ല. ഇങ്ങനത്തെ ഒരു പുറത്തക്കാരനാണ് ഈ ഇന്ദ്രൻ. കാമഭ്രാന്ത് കൊണ്ട് ശരീരം മുഴുവനും ലിംഗം വാങ്ങിച്ചു കെട്ടിയ ആവുന്നൊരു പേരുണ്ടാവും. ശരീരം ആസകലം ലിംഗമായി എന്നും പിന്നെ ശാപമോക്ഷം ചോദിച്ചപ്പോ അതിനു പകരം കണ്ണാക്കി, അങ്ങനെ സഹസ്രാക്ഷനായി, ശരീരം മുഴുവൻ കണ്ണ് ഇങ്ങനെ ആക്കിയെന്നാണ് കഥ. രാമായണത്തിൽ അനേകം എഴുതി വെച്ചിരിക്കുന്നത് ഇതിനെ പറ്റിയിട്ട് അഹല്യയുടെ വിഷയത്തിലാണ് ഈ ഇത് കിട്ടുന്നത്. ഗൗതമന്റെ പത്നിയായിട്ടുള്ള അഹല്യയെ ചതിച്ച് പ്രാപിക്കുന്നു. എന്റെ കഥയിലേക്കൊന്നും ഞാൻ പോണില്ല, നമുക്ക് സമയമില്ല. അപ്പോ വാൽമീകി രാമായണത്തിൽ ഈ കഥ പറയുമ്പോൾ എഴുതിയിരിക്കുന്നത് ഈ ഗൗതമന്റെ ശാപം കൊണ്ട് ഇന്ദ്രന്റെ വൃഷണങ്ങൾ രണ്ടും പതിച്ചുപോയി എന്നാണ്. ഏതത്തോട് വൃഷണവും തസ്യ, അവന്റെ വൃഷണങ്ങൾ രണ്ടും വീണുപോയി, ശരീരത്തെ വിട്ടുപോയി, തറയിൽ വീണു, ഭൂമിയിൽ വീണു. അങ്ങനെ വൃഷണശൂന്യനായി തീർന്നു ഇന്ദ്രൻ. ഇതാണ് ഈ ദേവന്മാരുടെ നേതാവ്. ഈ നേതാവിന്റെ അണികൾ എങ്ങനെയിരിക്കും എന്ന് ഏറെക്കുറെ ആലോചിക്കാം. ദേവന്മാരുടെ മുഴുവൻ സ്വഭാവം ഇതാണ്, ദേവിമാരുടെയും സ്വഭാവം ഇത് തന്നെയാണ്. ദേവന്മാർ എന്ന് പറഞ്ഞാൽ ദുസ്വഭാവികൾ, ചാരിത്രം ഇല്ലാത്തവർ, സത്യവും ധർമ്മവും നീതിയും ഇല്ലാത്തവർ, സമ്യജ്ഞാനം ഇല്ലാത്തവർ, വിപരീത ജ്ഞാനം മാത്രം ഉള്ളവർ.
ഇങ്ങനെയാണ് ദേവന്മാരെ മുഴുവനും കാണുന്നത്. അപ്പൊ ആരാണ് ഈ ദേവന്മാര്? ഈ ദേവന്മാരാണ് എല്ലാവരും ആരാധിക്കുന്നത്. 33 കോടി ദേവന്മാര് ഹിന്ദു മതത്തിലുണ്ട്. ബുദ്ധമതത്തിലും അതുപോലെ 10,000 ഉണ്ട്. ചില മതങ്ങളിൽ ഒരു ദൈവം മാത്രമാണ്. ഒന്നായാലും 33 കോടി ആയാലും അവരെല്ലാവരും ഈ ദുസ്വഭാവികളിൽ പെട്ടവർ തന്നെയാണ്. ഈ വർഗത്തിന് വെളിയിൽ നിന്ന് ഒരാളെയും ആരും ദേവനോ ദേവിയോ ആക്കിയിട്ടില്ല, ആരെയും ഈശ്വരനാക്കിയില്ല. എല്ലാ മതങ്ങളിലെയും ഈശ്വരന്മാര് ഈ ദുസ്വഭാവികൾ തന്നെയാണ്. അങ്ങനെയുള്ള ഈ വർഗം ഏത് എന്ന് നോക്കുമ്പോൾ ഈ ദേവന്മാര് ആണ് ഞങ്ങൾ എന്ന് അവകാശപ്പെട്ടത്. ആര്യന്മാർ എന്ന് പറയുന്ന മധ്യേഷ്യൻ സംസ്കാര ശൂന്യർ എന്ന് ചരിത്രകാരന്മാർ വർണ്ണിക്കുന്ന ഒരു വർഗമാണ് മധ്യേഷ്യൻ സംസ്കാര ശൂന്യന്മാര്, സെൻട്രൽ ഏഷ്യൻ ബാർബേറിയൻസ് എന്ന് വിളിക്കുന്നു. ഇവരാണ് ഞങ്ങൾ സുരന്മാരാണ്, ദേവന്മാരാണ് എന്നൊക്കെ അവകാശപ്പെട്ട് നടന്നിരുന്നത്. ആര്യൻ എന്ന വാക്കിന് സഞ്ചരിക്കുന്നവൻ എന്നാണ് അർത്ഥം, നോമാഡിക് ഇംഗ്ലീഷില്. റഹലോറിന്യല് എന്ന സൂത്രം കൊണ്ട് വ്യാകരണ സൂത്രങ്ങളിൽ ഈ പദത്തിന്റെ അർത്ഥം പറയുന്നു. ഋഗതവെന്ന് ധാതു, അർഹ അർത്ഥത്തില് നിലം എന്ന പ്രത്യയം, സഞ്ചരിക്കുന്നവര് എന്നർത്ഥം. എന്തിനാണ് സഞ്ചരിക്കുന്നത്? ഇവിടെ സഞ്ചരിച്ചിരുന്നത് ലോകം മുഴുവനും കീഴടക്കാനാണ്. ലോകത്തിൽ വേറെ ഒരു വംശവും പാടില്ല. ലോകത്തിൽ നമ്മുടെ ആശയമല്ലാതെ വേറെ ആശയം പാടില്ല. നമ്മുടെ ആചാരമല്ലാതെ വേറെ ആചാരം പാടില്ല. ഇങ്ങനെ ലോകം മുഴുവൻ നമ്മളെ പോലെ ആകണം, ലോകം മുഴുവൻ നമുക്ക് കീഴിലാകണം. അതിനുവേണ്ടി മനുഷ്യർ അഭിവൃദ്ധി പ്രാപിച്ച എല്ലാ പ്രദേശങ്ങളിലും ചെന്ന് ആ മനുഷ്യരെ മേലെ ഭീകരാക്രമണം നടത്തി കുറെ ആളുകളെ കൊല്ലും, കുറെ പേരോട് രക്ഷപ്പെടും, കുറെ പേരെ പിടിച്ച് അടിമകളാക്കും. ആ ഭൂപ്രദേശം അവർ കൈയടക്കും. അങ്ങനെ ഓരോരോ ഭൂപ്രദേശങ്ങൾ കൈയടക്കി ലോകത്തിൽ മുഴുവനും അവർ വ്യാപിച്ചു. വളരെ പ്രാചീന കാലത്ത് നമ്മുടെ ഭൂഗോളം നോക്കിയാൽ നമുക്കറിയാം, ഏഷ്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കരമാർഗം ഉണ്ട്. ഭൂപടം നോക്കിയാൽ അത് കാണാൻ പറ്റില്ല. അമേരിക്കയെ ഇടത് വശത്താണ് എപ്പോഴും വരയ്ക്കുക. അമേരിക്ക വലത്ത് വശത്തായിട്ടൊരു ഭൂപടം വരച്ചാൽ ഈ ഏഷ്യയും അമേരിക്കയെയും ബന്ധിപ്പിക്കുന്ന കര കാണാം. അപ്പൊ ഭൂഗോളം നോക്കണത് കാണണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഇന്റർനെറ്റിൽ നോക്കണം. അപ്പൊ ഈ വഴി കാണാം. അങ്ങനെ നടന്നു പോകാൻ പറ്റുന്ന ഭൂഖണ്ഡങ്ങളാണ് ഇത് 4. ഓസ്ട്രേലിയ മാത്രമേ അങ്ങനെ പോകാൻ പറ്റാത്തുള്ളൂ. അപ്പൊ ഇവര് പുറപ്പെടുന്നത് ഈ പുറപ്പെട്ട ആള് അങ്ങേയറ്റം വരെ എത്തണം എന്ന് വിചാരിച്ചിട്ടല്ല. അത്യാവശ്യം നിന്ന് പുറപ്പെട്ട ആള് അമേരിക്കയിൽ എത്താമെന്നോ യൂറോപ്പിൽ എത്താമെന്നോ വിചാരിച്ചിട്ടില്ല. നമുക്ക് ആക്രമിച്ച് കീഴടക്കി ഇങ്ങനെ പോവാം. തലമുറയായിട്ട് ഇങ്ങനെ സഞ്ചരിച്ച് ആക്രമിച്ച് മനുഷ്യരെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സത്യം, ധർമ്മം, സമ്യജ്ഞാനം ഇതിനു വേണ്ടി ജീവിക്കുന്നവര് അവരില്ലാണ്ടാവണം. അവരെ ഇല്ലാതെയാക്കാൻ വേണ്ടി നിരന്തരമായ യാത്ര. അപ്പൊ കുറെ തലമുറ കഴിഞ്ഞിട്ടായിരിക്കും കുറെ പേര് ആഫ്രിക്കയിൽ എത്തണത്. അതിനകത്ത് കുറെ തലമുറ കഴിഞ്ഞിട്ടായിരിക്കും യൂറോപ്പിലെത്തുക. പിന്നെയും കുറെ കൂടി തലമുറ കഴിഞ്ഞിട്ടായിരിക്കും അമേരിക്കയിലെത്തുക. പക്ഷെ എന്നെങ്കിലും എത്തുമെന്ന് വിചാരിച്ചിട്ടുള്ള പുറപ്പെടാം. അങ്ങനെയാണ് ഒരു വ്യാപിക്കുന്നത്. യൂറോപ്പ്, അമേരിക്ക എന്നൊക്കെ നമ്മൾ പേര് പറഞ്ഞാലും ഒരു ഭൂപ്രദേശത്തിന് അതിർത്തിയില്ല, രാജ്യാതിർത്തികളില്ല. ആർക്കും എവിടെയും ചെന്ന് കയറാൻ ചോദിക്കാൻ ആരുമില്ല. സംഘടിതമായ രാജ്യം, ഓർഗനൈസ്ഡ് സ്റ്റേറ്റ് എന്നതില്ല. ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലമാണ്. ഇന്ന് കാണുന്ന രാജ്യങ്ങളുടെ ചട്ടവട്ടങ്ങൾ ഒന്നും ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്.
അത്രയും ഇതാണ് ചരിത്ര പൂർവകാലം, പ്രീ ഹിസ്റ്റോറിക് ഏജാണ് നടക്കണം. അങ്ങനെ ഇവർ വ്യാപിക്കുന്നു. ചെല്ലുന്നിടത്തെല്ലാം ആ മനുഷ്യരെ ഇതുപോലെ എല്ലാവർക്കും പ്രവൃത്തി ഒരുപോലെയാണ്. ഭീകരാക്രമണങ്ങളാണ്, ഓർക്കാപ്പുറത്ത് ചാടി വീഴും, ആക്രമിക്കും. ആയുധം എന്താണ്? കല്ലും വടിയുമാണ് ആയുധം, വേറെ ആയുധമൊന്നുമില്ല. അങ്ങനെ കൊന്ന് മനുഷ്യരെ ക്ഷയിപ്പിക്കുക, സംസ്കാരങ്ങൾ നശിപ്പിക്കുക, ഭൂമി കിടക്കുക. ഇങ്ങനെ ഇവര് എല്ലാ ദിക്കിലും വ്യാപിച്ചു. ആ വരവിലാണ് ഭാരതത്തിലും വരുന്നത്. അടുത്ത പ്രദേശങ്ങളിലേക്ക് ആദ്യം വ്യാപിക്കുമല്ലോ. മധ്യേഷ്യയിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് വ്യാപിച്ചു, ആദ്യം ചൈനയിലേക്ക് വ്യാപിച്ചു, റഷ്യയുടെ കുറെ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു, കൊറിയ, മംഗോളിയ മുതലായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. അങ്ങനെ ഈ ആഥർവ്യർ എന്ന് പറയുന്ന പൈശാചിക പ്രകൃതിയുള്ള ആളുകൾ, ആ പ്രകൃതിയിലേക്ക് നമുക്ക് പിന്നീട് വരാം, ഇങ്ങനെ വ്യാപിച്ച് ഈ ഭാഗമൊക്കെ നിറയ്ക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പശ്ചിമേഷ്യ കിടക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ അവര് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ രാജ്യത്തും ചെല്ലുമ്പോൾ നേരത്തെ പറഞ്ഞു എല്ലാ സമൂഹങ്ങളിലും ഇതുപോലത്തെ ആളുകൾ ഉണ്ട്. മധ്യേഷ്യയുടെ വിശേഷം അവിടെ ഇങ്ങനെ അല്ലാത്ത ആൾ ഇല്ല എന്നതാണ്. ഇങ്ങനെ അല്ലാത്ത ആരുമില്ല. അവിടെ ജനിച്ച എല്ലാവരും ഈ സ്വഭാവക്കാരാണ്. മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ രണ്ട് തരക്കാരുണ്ടായിരുന്നു. ഇവര് സ്വയം ദേവന്മാരെന്ന് വിളിച്ചു ഈ പൈശാചിക സ്വഭാവമുള്ള ആര്യന്മാരെ. അവര് കീഴടക്കിയ ജനങ്ങളെ, ആര്യന്മാരല്ലാത്ത ബാക്കി ആളുകളെല്ലാം അസുരന്മാരെ എന്ന് വിളിച്ചത് അവരാണ് പേരിടണേ, അസുരന്മാർ. ഇങ്ങനെ സുരൻ, അസുരൻ എന്ന പേരുകൾ അവരാണ് ഉണ്ടാക്കിയത്. മനുഷ്യൻ നിശ്ചയിച്ച പേര് പറയണം. മനുഷ്യർ ചെയ്ത വിഭജനം മനുഷ്യൻ രാക്ഷസൻ എന്നായിരുന്നു. മനുഷ്യൻ എന്ന് അവര് സ്വയം വിളിച്ചു. ഞങ്ങൾ മനുഷ്യരാണ്. എന്താണ് അങ്ങനെ വിളിച്ചത്? മനനേന ഓഷധി, ഇത് മനുഷ്യ. മനനം കൊണ്ട് ശോഭിക്കുന്നവൻ, യുക്തിവിചാരം കൊണ്ട് ശോഭിക്കുന്നവൻ എന്നർത്ഥത്തിലാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യര് ഈ പേര് തിരഞ്ഞെടുത്തു, മനുഷ്യൻ എന്ന പേര്. ഈ ഭീകരന്മാരെ അവർക്ക് പറ്റിയൊരു പേരിട്ടു, രാക്ഷസൻ പേരിട്ടു. രാക്ഷസൻ എന്ന് പറഞ്ഞാലോ, രക്ഷന്തി അസ്മാ ഇതി രാക്ഷസ. ആരിൽ നിന്നാണോ രക്ഷിക്കേണ്ടത് അവര് രാക്ഷസന്മാർ, ഉപദ്രവകാരികള്, വിധ്വംസകന്മാര്, ഭീകരന്മാര്. അവര് സ്വാഭാവികമായിട്ട് രാക്ഷസൻ എന്ന പേരിന് അർഹരായി. ഇപ്പൊ രാക്ഷസനെന്നും മനുഷ്യനെന്നും. അപ്പൊ നേരത്തെ പറഞ്ഞ പേരും ഇതും കൂടി യോജിപ്പിക്കുക. അസുരന്മാർ എന്ന് പറയുന്നത് ആണ് മനുഷ്യർ, ദേവന്മാർ എന്ന് പറയുന്നവരാണ് രാക്ഷസന്മാർ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന സമവാക്യം. ഭാരതത്തിൽ ഇവർ ആക്രമിക്കുന്ന സമയത്ത് ഭാരതം വൈജ്ഞാനികമായിട്ട് വളരെ ഉന്നതി പ്രാപിച്ച നാടായിരുന്നു. മറ്റു രാജ്യങ്ങളിലൊന്നും വിജ്ഞാനം ഉണ്ടായിരുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. വിജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഭൗതിക വിജ്ഞാനമല്ല, ആദ്യമായിട്ടുണ്ടാകുന്ന വിജ്ഞാനത്തിൽ ഈ ഭൗതിക വിജ്ഞാനം അല്ല ഉണ്ടായിരുന്നത്. ഭൗതിക വിജ്ഞാനത്തിന്റെ ചരിത്രം നോക്കിയാൽ നമുക്കറിയാം, ഈ ഭൗതിക വിജ്ഞാനം മിക്കവാറും ഉണ്ടായിട്ടുള്ളത് മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ്. ഇന്നും സയൻസിന്റെ പുരോഗതി അങ്ങനെയാണ്, ആവശ്യത്തിനനുസരിച്ചിട്ടാണ് പുരോഗതി. സത്യം കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ലോകരഹസ്യം അറിയാൻ വേണ്ടിയിട്ടും ഗവേഷണങ്ങൾ നടക്കും, അത് കുറച്ചാണ്. പ്രാചീന കാലത്തെ ഗവേഷണത്തിൽ ഈ ലോകരഹസ്യം അറിയാനുള്ള പഠനങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ഇന്നത്തെ പോലത്തെ ഒരാവശ്യവും അവർക്ക് ഉണ്ടായിരുന്നില്ല.
ഭക്ഷ്യ ഉൽപാദനമില്ല, ഭക്ഷ്യ വിതരണമില്ല. ഉൽപാദന കേന്ദ്രങ്ങൾ വേണ്ട, വിതരണോപാധികൾ വേണ്ട, വാഹനങ്ങൾ വേണ്ട, ഒന്നും വേണ്ട. കൃഷിയില്ല, കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല. കൃഷി എന്തുകൊണ്ട് വേണ്ടി വന്നു? ജനസംഖ്യ വർദ്ധിച്ചപ്പോഴാണ് കൃഷി ചെയ്യേണ്ടി വന്നത്. അതിനു മുമ്പ് കൃഷിയുടെ ആവശ്യമില്ല. അപ്പൊ പ്രകൃതിയിൽ കിട്ടുന്നത് അവിടെ നിന്ന് എടുത്ത് ഭക്ഷിക്കുക. അർത്ഥശാസ്ത്രത്തിൽ ഇതിനെ സംഭരണകാലം എന്ന് പറയും. കളക്ടിങ് സ്റ്റേജ്, സംഭരിക്കുന്ന അവസ്ഥ. പ്രകൃതിയിൽ നിന്ന് സംഭരിച്ച് ഭക്ഷിക്കുക. അത് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ സ്റ്റേജ് വന്നു, ഉൽപാദന എന്ന അവസ്ഥ വന്നു. അത് ജനസംഖ്യ വർദ്ധിച്ചപ്പോഴാണ്. അല്ലെങ്കിൽ ഉൽപാദനം എപ്പോഴും ആവശ്യമാകുമായിരുന്നില്ല. അപ്പൊ ഇതെല്ലാം ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാകുന്നു. പിന്നെ അതിനു വേണ്ടി സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ടായി, ആവശ്യം നിറവേറ്റാൻ വേണ്ടി തന്നെ. അങ്ങനെ അല്ലാതെ ഉണ്ടാകുന്നതാണ് നമ്മുടെ ക്വാണ്ടം ഫിസിക്സ് ഒക്കെ പോലെയുള്ള ശാസ്ത്രങ്ങൾ. അത് സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോഴും അതിന് ലോകത്തിൽ ഉപയോഗങ്ങൾ വരും. അതിനും ടെക്നോളജി ഉണ്ടാക്കും. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നോളജി ക്വാണ്ടം ഫിസിക്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ. അപ്പൊ ഇങ്ങനെ ഈ മനുഷ്യന്റെ സ്വഭാവം ആയിരുന്നു ഈ വിജ്ഞാനം സമ്പാദിക്കുക എന്നുള്ളത്. ആദ്യകാലത്തൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി ഈ ബോധത്തിൽ കൂടി അന്വേഷിക്കുക, മനനം, ധ്യാനം എന്ന രണ്ട് മാർഗങ്ങളിൽ കൂടിയല്ലാതെ ഇന്നത്തെ പോലെ ഭൗതികമായി സ്ഥൂലമായി പരീക്ഷണങ്ങൾ നടത്തി ഒന്നും അറിയുന്ന പതിവ് പണ്ട് ഇല്ല. അതുകൊണ്ട് ഒരു പക്ഷെ അതിനെ സയൻസായിട്ട് ഇന്നാളുകൾ ഗണിച്ചില്ല എന്ന് വരാം. സയൻസ് ആവണമെങ്കിൽ അതിന് പരീക്ഷണ സിദ്ധമായ തെളിവ് വേണം, അതിന് ഗണിത സമവാക്യങ്ങൾ ഉണ്ടാവണം എന്നൊക്കെയാണ് പലരും വിചാരിക്കുന്നത്. അപ്പൊ ആ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാൽ ഈ പ്രാചീന കാലത്തെ വിജ്ഞാനത്തെ സയൻസായിട്ട് അംഗീകരിക്കാൻ ഒരു പക്ഷേ പറ്റിയില്ല എന്ന് വരാം. ആക്കണം എന്നില്ല. എന്തായാലും നമ്മളതിനെ വിജ്ഞാനം എന്ന് തന്നെ വിളിക്കുന്നു. കാരണം അത് തീരുമാനം വന്ന അറിവാണ്. ജ്ഞാനത്തിൽ നിന്ന് വിശിഷ്ടമായത് വിജ്ഞാനം. എന്താണ് വൈശിഷ്ട്യം? ഇത് പ്രമാണങ്ങൾ കൊണ്ട് പരീക്ഷിച്ച് നിർണയം വന്നിരിക്കുന്നു, തീരുമാനം വന്നിരിക്കുന്നു. അങ്ങനെ തീരുമാനം വന്ന അറിവിനെയാണ് വിജ്ഞാനം എന്ന് വിളിക്കുന്നത്. അത് വിശിഷ്ടം വിജ്ഞാനം. തീരുമാനം വന്നിരിക്കുന്നു എന്നതാണ് വിശേഷം. അപ്പൊ ആ നിലയ്ക്കാണ് നമ്മൾ ഇതിനെ വിജ്ഞാനം എന്ന് വിളിക്കുന്നത്. ഇതുപോലെയുള്ള വിജ്ഞാനങ്ങൾ ലോകത്തിൽ മറ്റു രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതിന്റെ പാരമ്പര്യവും പല സമൂഹങ്ങളിലും നിലനിന്ന് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഭിന്ന ഭിന്ന ദേശങ്ങളിൽ ഉണ്ടായ തത്വചിന്താ പാരമ്പര്യത്തിൽ കാണാം. ഫിലോസോഫിക്കൽ ട്രഡീഷൻ, തത്വചിന്തയുടെ പാരമ്പര്യത്തിൽ നമുക്ക് ഈ ആത്മവിജ്ഞാനത്തിന്റെ അടിസ്ഥാനം വളരെ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ പ്രാചീന കാലത്ത് ഭാരതത്തിലെ പോലെ മറ്റു സമൂഹങ്ങളിലും വിജ്ഞാനം ഉണ്ടായിട്ടുണ്ട്. ആ വിജ്ഞാനം ജനങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾ പാരമ്പര്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിഷയങ്ങളെ വിശകലനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പല തത്വചിന്ത പദ്ധതികൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ന് നിലനിൽക്കുന്ന സാഹിത്യം കൊണ്ട്, ഇപ്പോൾ കിട്ടാവുന്ന വാങ്മയം കൊണ്ട് തെളിയുന്ന വിഷയം. ഇങ്ങനെ ഭാരതത്തിൽ ഈ ആക്രമണം നടക്കുന്ന കാലത്ത് ഭാരതം ആത്മവിജ്ഞാനത്തിൽ അങ്ങേയറ്റത്ത് എത്തിയിരുന്ന രാജ്യമായിരുന്നു. ആ ആത്മവിജ്ഞാനത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഉപനിഷത്ത് എന്നത് ആത്മവിജ്ഞാനത്തിന്റെ പേരാണ് എന്നും ആ ഉപനിഷത്തിന്റെ ഉള്ളടക്കം എന്താണ് എന്നും നമ്മൾ പല ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ പരമ്പരയിലും അതിന്റെ ചർച്ച വീണ്ടും വരും, ഉപനിഷത്തിലെ വിവിധ പ്രകരണങ്ങളുടെ. അപ്പൊ ഇങ്ങനെ നമ്മൾ വളരെ സമ്പുഷ്ടമായ ഒരാത്മവിജ്ഞാനവും കൊണ്ട് ജീവിച്ചിരുന്നു. അത് ഈ ജഗത്ത് മുഴുവൻ ഒരു ബോധത്തിന്റെ ആവിഷ്കാരമാണ്. ബോധമാണ് ജഗത്തിന്റെ കാരണം. ആ ബോധം പരിണമിച്ചാണ് ജഗത്തിൽ ഉള്ള എല്ലാ ഭിന്ന ഭിന്ന ബോധതലങ്ങളും ശക്തികളും ദ്രവ്യങ്ങളും എല്ലാം ഉണ്ടായത്.
അങ്ങനെ ഈ ജഗത്തിന്റെ സ്വരൂപം എന്താണ്, ഇതിന്റെ ഉത്പത്തി പരിണാമങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് സമഗ്രമായ ജ്ഞാനം ഭാരതം ആവിഷ്കരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതം ജീവിച്ചിരുന്നത്. അതിൽ നിന്നുണ്ടായ ജീവിത പദ്ധതിയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. കർമ്മിയും അഥവാ കർത്താവും ജഗത്തും തമ്മിലുള്ള പരസ്പരതയാണ് കർമ്മയോഗത്തിന്റെ തത്വം. ഓരോ വ്യക്തിയും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, പറയുന്ന ഓരോ വാക്കും, ചെയ്യുന്ന ഓരോ സങ്കല്പവും ജഗത്തിന് ഹിതമായിട്ട് വരണം. ജഗത്തും താനും തമ്മിലുള്ള പരസ്പരത, ഇതാണ് ധർമ്മത്തിന്റെ വിഷയം. സനാതന ധർമ്മം എന്ന് ഈ പാരസ്പര്യ നിയമത്തിന് പേര്. അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കർമ്മമാണ് കർമ്മയോഗം. കർമ്മയോഗമാണ് ആത്മവിജ്ഞാനത്തിന്റെ ക്രിയാസ്വരൂപം. അതിന്റെ അനുഷ്ഠാന പദ്ധതി കർമ്മയോഗമാണ്. ഇതായിരുന്നു ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രമായിരുന്നു ഭാരതം. ആ കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംഘടിത രാജ്യം ഉണ്ടായിരുന്നോ, ഭരണം ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം രാഷ്ട്രത്തിന്റെ ലക്ഷണങ്ങളിൽ ഭരണകൂടം പെടുന്നില്ല, രാജ്യം പെടുന്നില്ല. ഒരു സമൂഹത്തിന് രാഷ്ട്രമാവാൻ ഭരണകൂടം വേണമെന്നില്ല എന്ന് മാത്രമല്ല, ഭരണകൂടം ഇല്ലാത്ത രാജ്യമാണ് ആദർശ രാജ്യം എന്നാണ് ഭാരതത്തിന്റെ കാഴ്ചപ്പാട്. ഈ രാജ്യം വിരാട്ട രാജാവില്ലാത്തത്, ഭരണമില്ലാത്തത്, ഇതാണ് ഉത്തമം. സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി. കാറൽ മാർക്സ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഈ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയൊക്കെ മാർക്സിന്റെ അപൂർവ ആശയങ്ങളൊന്നുമല്ല. ഇതൊക്കെ 40,000-45,000 കൊല്ലം മുൻപ് ഭാരതീയർ പറഞ്ഞിരുന്ന ആദർശമാണ് ഈ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി, രാജ്യരഹിതമായ ഭരണകൂടം ഇല്ലാത്ത രാഷ്ട്രം. അപ്പൊ അങ്ങനെ നമ്മൾ സമൂഹമായിട്ട് ജീവിച്ചിരുന്നു, നമ്മൾ രാഷ്ട്രമായിരുന്നു, നമുക്ക് സംസ്കാരം ഉണ്ടായിരുന്നു, നമുക്ക് പരിഷ്കാരം ഉണ്ടായിരുന്നു, നമുക്ക് വിജ്ഞാനം ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും സമ്പന്നമായ ഒരു സമൂഹമായിട്ടാണ് നമ്മൾ ആ കാലത്ത് ജീവിച്ചിരുന്നത്. അങ്ങനത്തെ ഒരു സമൂഹത്തിലേക്കാണ് ഈ ആര്യന്മാരുടെ ആക്രമണം ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞ അത് ഓർക്കണം, ഭീകരാക്രമണമാണ് നടക്കുന്നത്. സൈന്യമില്ല. ഈ ഇൻഡോളജിസ്റ്റുകൾ എഴുതി വെച്ചതുപോലെ കുതിരപ്പുറത്ത് കയറിയൊന്നും വന്നിട്ടല്ല യുദ്ധം ചെയ്യണത്. ആര്യന്മാർക്കും സൈന്യമില്ല, ഭീകര സംഘടനകളാണ് ഉള്ളത്. ഇന്ന് നമുക്കറിയാം എങ്ങനെയാണ് ഭീകര സംഘടനകൾ രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുന്നത്, ജനതയോട് യുദ്ധം ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ് ഇതിന്റെ ആരംഭം? നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ ഭീകര സംഘടനകളും, അത് ഇസ്ലാമിക ഭീകര സംഘടനകളായാലും നക്സലൈറ്റ് സംഘടനയായാലും മാവോയിസ്റ്റ് സംഘടനയായാലും ക്രൈസ്തവ സംഘടനയായാലും ഇനി വേറെ രാഷ്ട്രീയ കക്ഷികളുടെ കീഴിലുള്ള ഭീകര സംഘടനകള്, CPM-ന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ഒക്കെ പോലെ ഉള്ള ഭീകര പ്രസ്ഥാനങ്ങൾ ആയാലും, ഈ പ്രസ്ഥാനങ്ങളിൽ എല്ലാം ഉള്ളവർ പഴയ ആര്യന്മാരുടെ സന്തതി പരമ്പരയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള മുസ്ലിം ഭീകരന്മാര് ആര്യന്മാരുടെ സന്തതി പരമ്പരയാണ്. അതുപോലെ എല്ലാ ഭീകരന്മാരും എല്ലാ സമൂഹങ്ങളിലും കാണുന്ന ഈ സത്യധർമ്മ സമ്യജ്ഞാനങ്ങൾ ഒന്നും വേണ്ടാത്ത, അതിന് എതിരായ ഈ ഭീകര പ്രവർത്തനങ്ങളിൽ രമിക്കുന്ന, സ്വന്തം ആധിപത്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ഈ വർഗങ്ങൾ എല്ലാ സമൂഹങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മധ്യേഷ്യയിൽ അങ്ങനത്തെ ആളുകൾ മാത്രമുള്ള ഒരു വർഗമുണ്ടായി.
ആ വർഗം ലോകത്തിൽ മുഴുവൻ വ്യാപിച്ചു. എല്ലാ രാജ്യങ്ങളിലും അവർ ചെന്നപ്പോൾ അവിടെയുള്ള ഇതുപോലത്തെ രാക്ഷസവർഗം, ഈ ആര്യന്മാരുടെ സ്വഭാവമുള്ള അതത് ദേശീയരായ ആളുകൾ ആര്യന്മാരോട് സഹകരിച്ചു. ആ രാജ്യം പിടിച്ചെടുക്കാൻ, അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ, അവിടുത്തെ സംസ്കാരം നശിപ്പിക്കാൻ, അവിടുത്തെ ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ട എല്ലാ ഒത്താശകളും അതത് രാജ്യത്തെ രാക്ഷസന്മാർ ചെയ്തു കൊടുത്തു. ലോകത്ത് മുഴുവൻ എങ്ങനെയാണ് ഉണ്ടായത്? ഇതിന്റെ തുടർച്ചയാണ് ചരിത്രകാലത്ത് നമ്മൾ കാണുന്ന ആക്രമണങ്ങൾ. ഭാരതത്തിൽ എപ്പോഴെല്ലാം വൈദേശിക ആക്രമണകാരികൾ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ സേതു ഹിമാചലം ഈ വിദേശി ആക്രമണകാരികളെ സ്വാഗതം ചെയ്യാനും അവർക്ക് സഹായം ചെയ്യാനും അവരുടെ കീഴിൽ വിടുപണി ചെയ്യാനും അവർക്ക് പണം കൊടുക്കാനും അവരുടെ പട്ടാളത്തിൽ ആളെ കൂട്ടാനും അവർക്ക് ഭാരതം പിടിച്ചടക്കി നശിപ്പിക്കാനും വേണ്ട എല്ലാം ചെയ്തു കൊടുക്കാൻ ഭാരതത്തിൽ ആളുകൾ ഉണ്ടായി. ആരാണ് ഇവര്? ഇവരാണ് പഴയ ആര്യന്മാര്. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ ആര്യന്മാരുണ്ട്. ഭാരതത്തിലുടനീളമുണ്ട് ആര്യന്മാര്. അപ്പൊ സ്വതേ വിദേശികൾ പഴയ കാലത്ത് ഭാരതത്തെ ആക്രമിച്ച് കീഴടക്കിയ വിദേശ ആക്രമണകാരികളാണ് പുതിയ കാലത്തെ വിദേശ ആക്രമണകാരികൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തത്. സ്വാഭാവികമായിട്ടും അവരുടെ കൂടെ ഇന്ത്യൻ രാക്ഷസന്മാരുണ്ടായിരുന്നു. ആര്യന്മാരൊറ്റയ്ക്കായിരുന്നില്ല. ഈ രണ്ടുപേരും കൂടിയാണ് ഈ വിദേശികളെ സഹായിച്ചത്. ഇന്നും ചൈനയ്ക്കും പാകിസ്ഥാനും വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട്, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുണ്ട്, വേറെ എന്തെല്ലാം പ്രസ്ഥാനങ്ങളുണ്ട്. ഇതാ പഴയ ചരിത്രത്തിന്റെ തുടർച്ചയാണ്. ഇതെല്ലാം ഈ ആര്യൻ രാക്ഷസന്മാരും ഇന്ത്യൻ രാക്ഷസന്മാരും അടങ്ങുന്ന ഒരു വർഗമാണ്. ആ വർഗം ഒരിക്കലും ഭാരതത്തിന്റെ ആത്മാവിനെ അംഗീകരിക്കില്ല. അവർ ഭാരതീയ വിദ്യയെ അംഗീകരിക്കില്ല. അവർ ആത്മവിജ്ഞാനത്തെ അംഗീകരിക്കില്ല. ഒരു വിജ്ഞാനത്തെ അംഗീകരിക്കില്ല. അവർക്ക് വേണ്ടത് വിപരീത ജ്ഞാനമാണ്, കപടശാസ്ത്രങ്ങളാണ്. ആ കപടശാസ്ത്രങ്ങൾ അവർ വേണ്ടത്ര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഭാരതത്തിൽ ഇങ്ങനെ ആക്രമണം നടത്തുമ്പോൾ ആര്യന്മാരുടെ തന്നെ പ്രധാനമായ ലക്ഷ്യം മനുഷ്യ സംസ്കാരം ഇല്ലാതെയാകണം എന്നതാണ്. മനുഷ്യ സംസ്കാരം ഇല്ലാതെയാവണം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ വിജ്ഞാനം ഇല്ലാതെയാകണം. ഈ വിജ്ഞാന പാരമ്പര്യം നശിക്കണം, തന്നെ നശിപ്പിക്കണം. അതുകൊണ്ട് ഈ വിദ്യയുടെ പ്രവർത്തകന്മാർ അവരുടെ പ്രധാന ലക്ഷ്യമായിരുന്നു. വിദ്യയെ പ്രവർത്തിപ്പിക്കുന്ന ആളുകൾ, വിദ്യ വിതരണം ചെയ്യുന്ന ആളുകൾ, ആചാര്യന്മാര്, ആചാര്യ കുലങ്ങൾ. ഈ ആചാര്യ കുലങ്ങൾ ഭീകരാക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു. ആചാര്യകുലങ്ങളിൽ ഭീകരാക്രമണം നടത്തുക, ആചാര്യന്മാരെയും ശിഷ്യന്മാരെയും കൂട്ടത്തോടെ കൊന്നെടുക്കുക, അവിടുത്തെ ഗ്രന്ഥങ്ങൾ ഒന്നിലെടുത്തോണ്ട് പോവുക, അല്ലെങ്കിൽ നശിപ്പിക്കുക. ഇങ്ങനെ ആചാര്യന്മാരും ശിഷ്യന്മാരും വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും ഇല്ലാതെ ആക്കാനുള്ള പ്രയത്നമായിരുന്നു ഇവര് ഇന്ത്യയിൽ ചെയ്തത്. ഇത് ലോകത്തെ എല്ലായിടത്തും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭാരതത്തിൽ ഈ വിജ്ഞാന പാരമ്പര്യം വേരറ്റുപോയി. എല്ലാ രാജ്യങ്ങളിലും മനുഷ്യവിദ്യ പാരമ്പര്യം വേരറ്റുപോയി. എവിടെയും മനുഷ്യവിദ്യ ഇല്ലാതെയായി. അങ്ങനെ നമ്മുടെ ആചാര്യന്മാരെയും ശിഷ്യന്മാരെയും കൊന്ന വിദ്യാസമൂഹത്തെ ഒന്നടങ്കം ഇല്ലാതെയാക്കി. ഗ്രന്ഥങ്ങളും എടുത്തുകൊണ്ടുപോയി. ഭാരതീയ വിദ്യയ്ക്ക് അന്ത്യം കുറിക്കുകയാണ്. ഇനി ഈ വിജ്ഞാനം വെട്ടിനുറുക്കി കഷണങ്ങളാക്കി അവരുടെ കപടശാസ്ത്രങ്ങളുടെ ഇടയിൽ അവിടെ ഇവിടെയായിട്ട് തിരുകുന്നു.
ഈ കപടശാസ്ത്രം ലോകത്തിലെ അന്നത്തെ ഏറ്റവും വിപുലമായ വാങ്മയമാണ്. വേദങ്ങള്, 4 വേദങ്ങള്, 6 വേദാംഗങ്ങള്, ദർശനങ്ങള് ഏതാണ്ട് 180 ദർശനങ്ങളുണ്ട്. 180ഓളം ദർശനങ്ങൾ. പിന്നീട് പുരാണ ഇതിഹാസങ്ങളൊക്കെ അതൊക്കെ വേറെ ഉണ്ടാക്കി. അതൊക്കെ പിന്നെയും കുറെ കാലം കഴിഞ്ഞിട്ടാ. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് ഈ കപടശാസ്ത്രങ്ങൾ ഒരു പ്രളയം സൃഷ്ടിക്കുകയാണ്. പല വിധത്തിൽ എഴുതപ്പെട്ട കപടശാസ്ത്രങ്ങൾ. ഇത് മാത്രമേ പഠിക്കാൻ കിട്ടുള്ളൂ. മനുഷ്യവിദ്യ ഇല്ലാണ്ടായല്ലോ, യഥാർത്ഥ ജ്ഞാനം ഇല്ലാണ്ടായി. അപ്പൊ പഠിപ്പിക്കുന്നത് മുഴുവനും കപടശാസ്ത്രങ്ങളാണ്. ഒന്നുകിൽ പഠിക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ കപടശാസ്ത്രം പഠിക്കുക. വേറെ മൂന്നാമതൊരു വഴിയില്ല. അങ്ങനെ ഈ കപടശാസ്ത്രങ്ങൾ എല്ലാ ദിക്കിലും പരത്തി വ്യാപിപ്പിച്ച് അത് ആളുടെ തലയിൽ അടിച്ചു കയറ്റി മനുഷ്യന്റെ ചിന്താഗതി മുഴുവനും മാറ്റും. ശരിയായിട്ട് ചിന്തിക്കാൻ കഴിവില്ലാതെ ആകും. ഇതിന് നിൽക്കുമ്പോൾ എന്റെ മനസ്സിൽ ഉദിച്ച ഒരു പദം, അത് ഞാൻ പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുമുണ്ട്. ഇത് ചൈത്തിക ആഭിചാരം എന്നാണ്. ചൈത്തിക ആഭിചാരം, സൈക്കിക് ബ്ലാക്ക് മാജിക്. എന്താണ് ചൈത്തിക ആഭിചാരം അല്ലെങ്കിൽ സൈക്കിക് ബ്ലാക്ക് മാജിക്? വിചാരതന്ത്രം എന്ന ഒരു ആശയം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. വിചാരതന്ത്രം, ഇംഗ്ലീഷിലെ പാരഡൈമിന് നമ്മൾ ഉണ്ടാക്കിയ മലയാളമാണ് വിചാരതന്ത്രം. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ചില അടിസ്ഥാന ധാരണകളെ ആശ്രയിച്ചിട്ടാണ്. ശൂന്യത്തിൽ നിന്ന് ആർക്കും ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. ചിന്തകളെ അനുവദിക്കുന്നതും ചിന്തകളെ നയിക്കുന്നതും ചിന്തകളെ നിയന്ത്രിക്കുന്നതും ചില അടിസ്ഥാന ആശയങ്ങളാണ്. ബേസിക് കോൺസെപ്റ്റ്സ്, മൗലിക ആശയങ്ങൾ. ഈ മൗലിക ആശയങ്ങൾ ശൈശവം മുതൽക്കേ നമ്മൾ കേട്ടും പഠിച്ചും അനുഭവിച്ചും അറിഞ്ഞിട്ടുള്ളതാണ്. ഇത് നമ്മുടെ മനസ്സിലൊരു ചട്ടക്കൂടായിട്ട് നിൽക്കും, ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാകുന്നതിന്റെ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ അടിസ്ഥാന ധാരണകളുടെ ഒരു ചട്ടക്കൂട് ഉണ്ട്. എ ഫ്രെയിം വർക്ക് ഓഫ് ബേസിക് കോൺസെപ്റ്റ്സ്. ഇതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതെല്ലാം ചിന്തിക്കാൻ പറ്റില്ല. ഓ, ഈ അടിസ്ഥാന ധാരണകൾ ശരിയാണെങ്കിൽ നമ്മുടെ ചിന്തകൾ ശരിയാവും. ഈ അടിസ്ഥാന ധാരണകളിൽ എവിടെയെങ്കിലും തെറ്റുണ്ട് എങ്കിൽ അപ്പോൾ നമ്മുടെ ചിന്തകളിലും തെറ്റുവരും. നമുക്ക് ചിന്തിച്ച് ശരിയായ നിർണയം ചെയ്യാൻ പറ്റില്ല, നമ്മൾ തെറ്റായ നിർണയം ചെയ്യും. അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ, ചിന്തിച്ചൊരു കാര്യം ശരിയായിട്ട് തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മനുഷ്യൻ എത്തും. ഇതാണ് ഈ വിചാരതന്ത്രം മാറ്റുമ്പോൾ ഉണ്ടാകുന്നത്. ഇങ്ങനൊരു വിചാരതന്ത്രം തെറ്റായ ധാരണകളുടെ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി അതിനെ മനസ്സിൽ പാകി പിടിപ്പിക്കുക എന്നതാണ് ചൈത്തിക ആഭിചാരം അല്ലെങ്കിൽ സൈക്കിക് ബ്ലാക്ക് മാജിക്. അതോടുകൂടി ആ മനുഷ്യന്റെ വ്യക്തിത്വം നശിച്ചു. മനുഷ്യന്റെ എന്നല്ല, സമൂഹത്തിന്റെ വ്യക്തിത്വം നശിച്ചു, രാഷ്ട്രത്തിന്റെ വ്യക്തിത്വം നശിച്ചു. ഇതാണ് ഈ ആര്യന്മാരും അവരുടെ കൂടെ കൂടിയ ദേശീയ രാക്ഷസന്മാരും കൂടി ചെയ്ത വിദ്യ. ഈ തെറ്റായ കോൺസെപ്റ്റ്സ്, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ വേദങ്ങള് ഉണ്ടാക്കിയത്.
അതിനുവേണ്ടിയാണ് ഈ വേദാംഗങ്ങൾ ഉണ്ടാക്കിയത്. അതിനുവേണ്ടിയാണ് ഈ ദർശനങ്ങൾ ഉണ്ടാക്കിയത്. ഇങ്ങനെ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും തെറ്റായ ധാരണകൾ ഉണ്ടാക്കി എന്ത് ചിന്തിച്ചാലും പഴച്ചു പോകുന്ന നില സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് വിജ്ഞാനം ഇല്ലാതെ ആക്കിയത്. വേറെ വഴിയില്ല ആർക്കും ശരിയായ വിദ്യ കൊടുക്കാൻ നിവൃത്തിയില്ല. കാരണം ഇതെല്ലാം ചെയ്യുമ്പോ നേരത്തെ പറഞ്ഞു, ഇത് ഒരു ആധിപത്യത്തിന്റെ കീഴിലാണ് ജീവൻ നടക്കുന്നത്. ഈ ഭീകരാക്രമണം നടത്തി ഭാരതത്തിൽ കയറി വന്ന ആര്യന്മാര് ഭാരതത്തിൽ അവരുടെ ഏകാധിപത്യം നടത്തണം. ഇന്ത്യൻ രാക്ഷസന്മാരും അഥർവീയ രാക്ഷസൻ അല്ലെങ്കിൽ ആര്യൻ രാക്ഷസന്മാരും കൂടി മുഴുവൻ ഭാരതവും കൈയടക്കി വെച്ച് യഥാർത്ഥ ഭാരതീയരെ ഒന്നും ചെയ്യാൻ അനുവദിക്കാതെ അവർക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാതെ അവരെ അടിമകളാക്കി വെച്ചിട്ട് കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ അതാണല്ലോ, അടിമയും ഉടമയും ആണ് കൊളോണിയലിസത്തിലുള്ളത്. ഈ ആര്യന്മാരും അവരോട് സഹകരിക്കുന്ന ഇന്ത്യൻ രാക്ഷസന്മാരും ഉടമകൾ, ബാക്കി ഭാരതീയർ അടിമകൾ. ഈ വിജ്ഞാനത്തിന്റെ ഉടമസ്ഥരായ, ഈ വിജ്ഞാനത്തെ പ്രവർത്തിപ്പിക്കുന്നവരായ, വിജ്ഞാനം ജീവിക്കുന്നവരായ ഭാരതീയരൊക്കെ അടിമകള്. അങ്ങനെയുള്ള അടിമ വ്യവസ്ഥിതിയിൽ, കൊളോണിയലിസത്തിൽ, അധിനിവേശ വാഴ്ചയിലാണ് ഈ പറഞ്ഞ ആത്മവിജ്ഞാനത്തെ നശിപ്പിക്കലും ഈ കപടശാസ്ത്രങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കലും ഈ ചൈത്യകാഭിചാരത്തിൽ കൂടി തെറ്റായ പാരഡയും മനുഷ്യരിൽ അടിച്ചേൽപ്പിക്കലും ഒക്കെ നടക്കുന്നത്. അപ്പൊ ഇതിനാർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ചോദ്യം ചെയ്യാൻ ആർക്കും ശക്തിയില്ല. അധീശന്മാർ ചെയ്യുന്നതൊക്കെ അനുഭവിക്കുക. അടിയാള വർഗത്തിന് അതേ രക്ഷയുള്ളൂ. അപ്പൊ ഒരു അധീശവർഗവും ഒരു അടിയാള വർഗവുമായിട്ട് ലോകരാജ്യങ്ങളെല്ലാം പിരിയുന്നു. അധീശവർഗത്തിൽ ആര്യന്മാരുണ്ട്, അവരുടെ കൂടെ കൂടിയ തദ്ദേശീയരായ രാക്ഷസർ. അടിയാള വർഗത്തിൽ അവിടുത്തെ യഥാർത്ഥ ദേശീയര്, അതത് ദേശത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്നവര്, രാഷ്ട്രാത്മാവിനെ ജീവിക്കുന്നവര് അടിയാളവർഗം. അവരുടെ കയ്യിലാണ് വിജ്ഞാനം. ആ വിജ്ഞാനം ഉണ്ടായിരുന്ന ആളുകളെ നശിപ്പിക്കുന്നു, വിദ്യാർത്ഥികളെ വേട്ടയാടി കൊല്ലുന്നു. ആരും ആത്മവിജ്ഞാനം പഠിക്കാൻ പോകാൻ ധൈര്യപ്പെടാതെയാവുന്നു. ഈ പ്രവർത്തന ശൈലി നമുക്ക് നേർക്കുനേരെ കണ്ട് പരിചയം ഉള്ളതാണല്ലോ. നമുക്കിത് 10,000 കൊല്ലം മുമ്പ് നടന്ന ചരിത്രമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രവർത്തന ശൈലി ഇപ്പോഴും ലോകത്തിൽ നടക്കുന്നു, ഭാരതത്തിൽ നടക്കുന്നു, കേരളത്തിൽ നടക്കുന്നു. ഈ പ്രവർത്തന ശൈലിയാണ് CPM-ന്റെ പ്രവർത്തന ശൈലി. ഈ പ്രവർത്തന ശൈലിയാണ് TMC-യുടെ പ്രവർത്തന ശൈലി. ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എതിരഭിപ്രായമുള്ളവരെ കൊല്ലുക, അവരെ ജീവിക്കാൻ അനുവദിക്കില്ല, പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. അപ്പൊ ഇന്ന് നമ്മൾ ഭാരതത്തിൽ കാണുന്ന ഈ പ്രവർത്തനം, അതേ വിദ്യാ പ്രതിഷ്ഠാനത്തിലുള്ള ഏതാണ്ട് എല്ലാവരും കുട്ടിക്കാലം മുതൽക്ക് ശാഖയിൽ പോയിട്ടുള്ളവരാണ്, സംഘപ്രവർത്തനം ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കേരളത്തില് വിവിധ ജില്ലകളില്, വിവിധ താലൂക്കുകളില്, വിവിധ ഗ്രാമങ്ങളില് സംഘത്തിന്റെ ശാഖ നടത്താൻ അനുവദിക്കാതെ ഇരുന്നത്, ശാഖയിൽ പോകുന്നവരെ വഴിയിൽ തടഞ്ഞു വെച്ച് തല്ലിയിട്ടുള്ളത്, അവരുടെ വീടുകൾ ആക്രമിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള വിഷയമാണ്. ഇത്
ഈ 40-45,000 കൊല്ലം മുൻപ് നടന്ന ആര്യൻ അധിനിവേശത്തിന്റെ തുടർച്ചയാണ്. ആര്യൻ അധിനിവേശം ഇന്നും ഭാരതത്തിൽ നിന്ന് പോയിട്ടില്ല, ലോകത്തിലെ ഒരു രാജ്യത്തിൽ നിന്നും പോയിട്ടില്ല. ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഈ തരം പ്രവർത്തനങ്ങൾ മുഴുവനും, എല്ലാവിധ ഭീകര പ്രവർത്തനങ്ങളും ഈ ആര്യൻ ആധിപത്യത്തിന്റെ തുടർച്ചയാണ്, ആര്യൻ ഭീകര പ്രവർത്തനത്തിന്റെ തുടർച്ചയാണ്. എല്ലാ ദിക്കിലും രാക്ഷസന്മാരുണ്ടായിരുന്നെങ്കിലും ഈ അഭിപ്രായ വ്യത്യാസമുള്ളവരെ കൊല്ലുന്ന രാക്ഷസന്മാര് ഇന്നും ആര്യന്മാർ മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് രാക്ഷസന്മാരുണ്ട്, ഫ്രഞ്ച് രാക്ഷസന്മാരുണ്ട്, ഇന്ത്യൻ രാക്ഷസന്മാരുണ്ട്. ഇവരെല്ലാവരും രാക്ഷസന്മാർ എന്ന നിലയ്ക്ക് വിപരീത ജ്ഞാനമുള്ളവരാണ്, യുക്തി അംഗീകരിക്കാത്തവരാണ്, ആത്മവിജ്ഞാനത്തിന്റെ വിരോധികൾ. ആത്മാവിനെ അംഗീകരിക്കില്ല, ആധുനിക വിജ്ഞാനത്തെ അംഗീകരിക്കില്ല, ഒരു പ്രമാണത്തെ അംഗീകരിക്കില്ല. പക്ഷേ പ്രമാണത്തെ അംഗീകരിക്കുന്നവനെ ഞാൻ കൊല്ലും എന്നവർ പറയില്ല. നിനക്ക് പ്രമാണം വേണ്ടെങ്കിൽ നീ കൊണ്ടു നടന്നോ, എനിക്കിത് വേണ്ട. നീ സയൻസിനെ വാഴ്ത്തിക്കോ, പക്ഷെ ഞാൻ നിന്ദിക്കുകയുള്ളൂ. ഇത്രയും പറയുന്നവരാണ് ഈ മറ്റ് ദേശീയരായിട്ടുള്ള രാക്ഷസന്മാർ. ആര്യന്മാർ അങ്ങനെയല്ല. നീ സയൻസ് ചെയ്യണം, നിന്നെ ഞാൻ കൊല്ലും, ഇതാണ് അവൻ പറയാ. ഇതാണ് ആര്യൻ മനഃശാസ്ത്രം. ഈ ആര്യന്മാരാണ് എല്ലാ മതങ്ങളിലെയും ദേവന്മാര്. ദേവൻ എന്ന ഒരു ജന്തുവർഗം ഉണ്ടായിട്ടേയില്ല, ഇനി ഉണ്ടാവുകയും ഇല്ല. ദേവന്മാരാക്കി വെച്ചിരിക്കുന്നത് ആര്യന്മാരെയാണ്. പ്രത്യേകിച്ച് ആര്യൻ മന്ത്രവാദികള്, മന്ത്രവാദിനികള്, വേശ്യകള്, വിടന്മാര്, ഈ 4 വിഭാഗക്കാരായ ആര്യന്മാരെയാണ് ദേവീ ദേവന്മാരാക്കി വെച്ചിരിക്കുന്നത്. ഇവരെയാണ് മതവിശ്വാസികൾ ആരാധിക്കുന്നത്. എല്ലാ മതങ്ങളിലെയും എല്ലാ ദൈവങ്ങളും ഇങ്ങനെയുള്ള ആര്യന്മാരാണ്. ആര്യനല്ലാത്ത ഒരു ദൈവവും എവിടെയും ഇല്ല. അതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളെല്ലാം ഒരു കാലത്ത് നമ്മളെ പോലെ ശരീരത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയവരാണ്. അങ്ങനെയല്ലാത്ത ഒരു ദൈവവും ഒരു മതത്തിലും ഇല്ല. ഇവരെല്ലാം ആര്യന്മാരാണ്, പഴയ ആര്യ ഭീകരന്മാരാണ്. ഇവരെയാണ് നമ്മൾ ആരാധിക്കണം. അതുകൊണ്ടാണ് അവർക്ക് ഈ ചോരയോടൊക്കെ ഇത്ര വലിയ കൊതി. അതുകൊണ്ടാണ് ആടിന്റെ തല വെട്ടിത്തരണം, പോത്തിനെ വെട്ടിത്തരണം, പശുവിനെ വെട്ടിത്തരണം, മരനെ വെട്ടിത്തരണം എന്ന് പറയുന്ന ദൈവങ്ങൾ ഉണ്ടായത്. ഇത് ജഗത്തിന്റെ ഈശ്വരനാണെങ്കിൽ, സർവ പ്രാണികളുടെ ഈശ്വരനാണെങ്കിൽ, എങ്ങനെയാണ് മനുഷ്യരെയും മൃഗങ്ങളുടെയും തല വെട്ടി കൊടുക്കണേന്? ഈ പൈശാചികമായ ആരാധന എങ്ങനെ ഉണ്ടായി? ഇവർ ദൈവങ്ങൾ പിശാചുക്കളായതുകൊണ്ട് തന്നെയാണ് പൈശാചികമായ ആരാധന ഉണ്ടായത്. ആര്യന്മാരും മനുഷ്യരെ തിന്നുന്നവരായിരുന്നു. മനുഷ്യരെ തിന്നുന്നത് കൊണ്ട് അവരെ പിശാചുക്കൾ എന്ന് വിളിച്ചു. പിശാച് എന്ന് എല്ലാ മാംസഭുക്കുകളുടെയും പേരല്ല. ആയിരുന്നെങ്കിൽ പ്രാചീന കാലത്ത് എല്ലാ മനുഷ്യരും മാംസം ഭക്ഷിച്ചിട്ടുണ്ട്. എല്ലാവരും പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടി വരുന്നത്. അങ്ങനെ അല്ലാത്ത മനുഷ്യജാതിക്കാരില്ല. പിന്നീടാണ് വെജിറ്റേറിയന്മാരുണ്ടാവുന്നത്. പ്രാചീന മനുഷ്യരൊക്കെയും പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടി തിന്നിരുന്നു. അപ്പൊ മാംസം ഭക്ഷിക്കുന്നവരെ പിശാചുക്കളെന്ന് വിളിച്ചിരുന്നെങ്കിൽ എല്ലാ മനുഷ്യരും പിശാചുക്കളായനെ. അങ്ങനെ പറയുന്നില്ല. മാംസഭുക്ക് എന്ന അർത്ഥത്തിൽ പിശാച് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. മനുഷ്യഭുക്ക് എന്ന അർത്ഥത്തിലാണ് പിശാച് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അവിടെ ആര്യന്മാർ മാത്രമാണ് പിശാച്. പിന്നെ ആര്യന്മാരിലും വലിയ വലിയ വിഭാഗങ്ങൾ മാംസഭക്ഷണം നിർത്തി. ഇപ്പോൾ നമ്മുടെ ഈ തലമുറയിൽ ഒരു സമുദായം എന്ന നിലയ്ക്ക് മനുഷ്യനെ പിടിച്ച് തിന്നുന്ന ആര്യവിഭാഗം, ആര്യ സമുദായം അഘോരികൾ മാത്രമാണ്. വേറെ ഒരു സമുദായത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല മനുഷ്യബുക്ക് എന്ന് പറഞ്ഞിട്ട്. അഘോരികൾ മാത്രമേ ഉള്ളൂ.
ചില വ്യക്തികളുണ്ട്, ഇരിയമിനും എലിസബത്ത് രാജ്ഞിയൊക്കെ പോലെ മനുഷ്യമാംസം കഴിക്കുന്ന വ്യക്തികളുണ്ട്, സമുദായങ്ങളില്ല. പ്രാചീന കാലത്ത് വളരെ വ്യാപകമായിട്ട് ആര്യന്മാർ മനുഷ്യരെ തിന്നിരുന്നു. ആ മനുഷ്യരെ തിന്നിരുന്ന ആര്യന്മാരാണ് പിന്നീടും മനുഷ്യനെ തിന്നുന്ന ദൈവങ്ങളായത്. അവർക്കാണ് ഈ ബലി. അപ്പൊ ഇത് ചരിത്രത്തിന്റെ തുടർച്ചയാണ്. ജീവിച്ചിരുന്നപ്പോൾ എന്ത് തിന്നിരുന്നുവോ അത് തന്നെ ചത്തു കഴിഞ്ഞ് ദൈവമാക്കിയപ്പോഴും തിന്നണം. ആരെയാണ് ദൈവമാക്കണേ? ആരാണ് ഈ മതങ്ങളിലെ ദൈവം? ആരെയാണ് പ്രതിഷ്ഠിക്കുന്നത്? എന്ത് സാധനം പ്രതിഷ്ഠിക്കണേ? ഇത് വളരെ രസകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. വളരെ അടുത്ത കാലത്താണ് സയൻസ് ഒരു രഹസ്യം കണ്ടുപിടിക്കുന്നത്. മനുഷ്യർ മരിക്കുമ്പോൾ അവരുടെ ബോധകണങ്ങൾ നശിക്കാതെ ശേഷിക്കുന്നു. ബോധകണങ്ങള്, ബോധമണ്ഡലമല്ല, ബോധകണങ്ങൾ. ഈ കണങ്ങൾ ഒരു പാക്കേജ് ആയിട്ടിരിക്കും. അതിനെ പറ്റിയ ഒരു ത്രയാത്മകം കൊണ്ട് ഇതിൽ പാക്ക് ചെയ്തിട്ടാണ് തിരിക്കുക. ഇതുള്ള കാലം നിലനിൽക്കും, അതിന് നാശമില്ല. ഇത് വളരെ അടുത്ത കാലത്താണ് സയൻസ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ലോകത്തിൽ ആഭിചാരം എന്ന വിദ്യ ആരംഭിക്കുന്നത് ഇത് കണ്ടുപിടിച്ചതിന് ശേഷമാണ്. ഇത് കണ്ടുപിടിക്കുന്നതിന് മുൻപ് ആഭിചാരം ചെയ്യാൻ ഒരു സാമഗ്രിയും ആരുടെ കയ്യിലും ഉണ്ടായിരുന്നില്ല. ആഭിചാരം ചെയ്യാൻ കോഴിമുട്ട പോരാ. മുട്ട കുഴിച്ചിട്ട് ആഭിചാരം നടക്കില്ല. കോഴി അറുത്താലും ആഭിചാരാവില്ല. ഒരു ഫലവും കിട്ടില്ല അതിന്. ചാർവാകൻ പറഞ്ഞു പണ്ടേ, ഈ വൈദികവും താന്ത്രികവുമായ ഒരു കർമ്മത്തിനും ഒരു ഫലവും ഇല്ല. ഒരു ഫലമില്ല. 100% നിഷ്ഫലമായ കർമ്മങ്ങളാണത്. പക്ഷെ ആഭിചാരം എന്നൊരു കർമ്മം നമ്മൾ കാണുന്നു, അതിന് ഫലം വരുന്നതായിട്ടും കാണുന്നു. അതെങ്ങനെ നടക്കണ? ഈ ആഭിചാരത്തിന്റെ ഉപകരണം ഈ ബോധകണങ്ങളാണ്. ഈ ബോധകണങ്ങളെ അതിന്റെ കൂടെ ഒരു സാധനം കൂടി ചേർക്കും. ഈ പാക്കേജിന്റെ കൂടെ ചില ചിതഗ്നികളെ ഉണ്ടാക്കി വയ്ക്കും. അപ്പൊ ഒരു അഡീഷണൽ ഫോഴ്സും കൂടി അത്. ഇതാണ് മനുഷ്യരുടെ അകത്ത് കയറ്റി ഉപദ്രവം ഉണ്ടാക്കുക. അതിനെ തന്നെ നേരിട്ട് ഉപദ്രവം ചെയ്യാൻ കഴിയും. അതിന് പുറമെ ഇതിൽ ചിലതിനൊക്കെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ കഴിവുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ ആർക്കൊക്കെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ കഴിവുണ്ടായിരുന്നോ അവരുടെ കഴിവ് ഈ ബോധകണങ്ങളിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചില ബോധകണ സഞ്ചയത്തിന് ഹിപ്നോട്ടൈസ് ചെയ്യാൻ കഴിവുണ്ട്. ഇത് മനുഷ്യന്റെ അകത്ത് കയറി മനുഷ്യനെ ഹിപ്നോട്ടൈസ് ചെയ്ത് സജഷൻ കൊടുത്ത് മനുഷ്യരെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യിക്കും. രോഗം ഉണ്ടാക്കിക്കും. തനിക്ക് താൻ തന്നെ സജഷൻ ചെയ്ത് രോഗം ഉണ്ടാക്കും. ഓട്ടോ സജഷൻ കൊണ്ട് രോഗം ഉണ്ടാക്കും. ആത്മഹത്യ ചെയ്യിക്കും. കൊലപാതകം ചെയ്യിക്കും. ഹിപ്നോട്ടൈസ് ചെയ്ത് സജഷൻ കൊടുത്ത് എന്ത് വേണമെങ്കിലും ചെയ്തോളൂല്ലോ. ഇന്ന് ആധുനിക മനഃശാസ്ത്രത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള അതേ പ്രക്രിയ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഹിപ്നോട്ടൈസ് ചെയ്യാതെ ഒരു ആഭിചാരവും ഫലിപ്പിക്കാൻ പറ്റില്ല. ആഭിചാരത്തിന്റെ രഹസ്യം ഹിപ്നോട്ടിസമാണ്. ഈ വ്യാപകമായി നടക്കുന്ന ഹിപ്നോട്ടിസത്തിന്റെ രഹസ്യം ഹിപ്നോട്ടൈസ് ചെയ്യാൻ കഴിവുള്ള ബോധകണങ്ങളും ആണ്. ഇപ്പോ സയൻസ് ഈ വർഷം കണ്ടുപിടിച്ച ഈ വിഷയം ഇത് 40-45,000 കൊല്ലം മുമ്പ് ഉപദ്രവകർമ്മം ചെയ്യേണ്ട ആളുകൾ, മനുഷ്യരെ നശിപ്പിക്കേണ്ട ആളുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അവരെങ്ങനെ കണ്ടുപിടിച്ചു? അവർക്ക് ഇത് ആത്മവിജ്ഞാനത്തിൽ നിന്നാണ് കിട്ടിയത്. ആത്മവിജ്ഞാനത്തിന്റെ ഒരുപാട് ഭാഗങ്ങൾ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇനി കിട്ടില്ല, നശിപ്പിച്ചേ കളഞ്ഞു. അപ്പൊ ശേഷിക്കുന്നത് വെച്ചിട്ടാണ് നമ്മൾ ഈ ആത്മവിജ്ഞാനത്തെ പുനഃസൃഷ്ടിക്കണം. അപ്പൊ ഈ ബോധഗണങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിജ്ഞാനമൊക്കെ നശിച്ചുപോയി ഇതിൽപ്പെട്ടതായിരിക്കും. പക്ഷെ പ്രാചീന കാലത്ത്
ഈ ബോധകണങ്ങൾ ഇങ്ങനെ ശേഷിക്കുമെന്നും ഇതിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള ബോധത്തിന്റെ പല കഴിവുകളും ഉണ്ട് എന്നും ആത്മജ്ഞാനം കൊണ്ട് തന്നെയാണ് ഇവർ മനസ്സിലാക്കിയത്. അപ്പൊ ആത്മവിജ്ഞാനം പഠിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആഭിചാരവും ചെയ്യുന്നത്. വാസ്തവത്തിൽ നമ്മൾ ആഭിചാര വിദ്യ എന്ന് പറയുന്ന വിദ്യ കൊണ്ട് ആഭിചാരം ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ചെയ്യത്? മിഥ്യയാണ്. ഉള്ളതല്ലല്ലോ അതിന്റെ വിഷയം, ഇല്ലാത്തതിനെയല്ലേ അത് പറയണ. ഇല്ലാത്തത് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഉള്ളത് കൊണ്ടല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ രാക്ഷസ വിദ്യ, ആഭിചാര വിദ്യ, അഥർവ വിദ്യ എന്നെല്ലാം കുപ്രസിദ്ധമായ ഈ വിദ്യകളെ കൊണ്ട് വാസ്തവത്തിൽ ഒരാഭിചാരവും ചെയ്യാൻ പറ്റില്ല. ആഭിചാരം ചെയ്യണമെങ്കിൽ യഥാർത്ഥ ജ്ഞാനം വേണം. ആ യഥാർത്ഥ ജ്ഞാനം ഇവിടെ ആത്മജ്ഞാനമാണ്, ആത്മവിജ്ഞാനമാണ്. ഈ ആത്മവിജ്ഞാനം പഠിച്ച് ഈ ബോധഗണങ്ങളുടെ ജ്ഞാനം കിട്ടിയ ആളുകളാണ് ആഭിചാരകരായത്. അവരവരുടെ ആവശ്യം ഉപയോഗിച്ചതിന് ഒരു ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ. എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഈ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞ ആളുടെ സ്വാതന്ത്ര്യമാണ്. അങ്ങനെ ഈ ആത്മജ്ഞാനം നേടിയ ആളുകൾ ആണ് ആത്മജ്ഞാനം കൊടുത്ത കഴിവ് ഉപയോഗിച്ച്, അറിവ് ഉപയോഗിച്ച് ഈ ആഭിചാരത്തിന്റെ വഴികൾ എല്ലാം ചമച്ചത്. ഇതില്ലാതെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇങ്ങനെ ഈ ആത്മവിജ്ഞാനം കൈയടക്കി ജ്ഞാനികളെല്ലാം കൊന്നുകളഞ്ഞ് വിദ്യാർത്ഥികളെയും കൊന്ന് ആചാര്യകുലങ്ങളെല്ലാം പൂട്ടിച്ച് ഗ്രന്ഥങ്ങളും എല്ലാം എടുത്തുകൊണ്ടുപോയി ആത്മവിജ്ഞാനം ഇല്ലാതെ ആക്കിയതിന് ശേഷം ഇവരുടെ കപടശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞ വേദാദി ശാസ്ത്രങ്ങൾ. ഇതാണ് സംഭവിച്ചത്. ഇങ്ങനെ ചെയ്തപ്പോൾ ഈ ആത്മവിജ്ഞാനത്തെ, അതിനാണ് ഉപനിഷത്ത് എന്ന് പേരുണ്ടായത്. ആത്മവിജ്ഞാനത്തെയാണ് ഉപനിഷത്ത് എന്ന് വിളിച്ചത്. ആ ഉപനിഷത്ത് 9 പ്രകരണങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് വിവരം കിട്ടണം. ആ 9 പ്രകരണങ്ങളിൽ 7 ഇപ്പോൾ ഉണ്ട്, ഉപനിഷത്ത് എന്ന് പേരുള്ള പുസ്തകങ്ങളിൽ ഉണ്ട്. 2 പൂർണ്ണമായിട്ടും നശിപ്പിച്ചേ കളഞ്ഞു, തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ മാറ്റിക്കളഞ്ഞു. അതിലൊരു വാക്യവും നമുക്ക് പുനഃസൃഷ്ടിക്കാൻ പറ്റില്ല. ആശയം പുനഃസൃഷ്ടിക്കാൻ പറ്റും, പക്ഷെ വാക്യങ്ങളൊന്നും പുനഃസൃഷ്ടിക്കാൻ കഴിയില്ല. മറ്റേ 7 വാക്യം പുനഃസൃഷ്ടിച്ചതുപോലെ ഇവിടെ സാധിക്കില്ല. ഇങ്ങനെ ഇതെല്ലാം മുറിച്ച് ഉപനിഷത്തുകൾ എന്ന പേരിൽ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാക്കി. ഈ പ്രകരണങ്ങളെ മുറിച്ച് കഷണങ്ങളാക്കി വെച്ച് ഇന്നിപ്പോ 108 ഉപനിഷത്തുകൾ അച്ചടിയിലുണ്ട്. അതിനേക്കാളും കൂടുതൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം കൂടി ഇത്രയും വലിയ ഒരു വാങ്മയം ഉപനിഷത്ത് എന്ന പേരിൽ തന്നെ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിന് വേദത്തിന്റെ ഭാഗമാക്കി. വേദത്തിന് 4 ഭാഗങ്ങളാണെന്ന് പറഞ്ഞു. സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. അതില് ഈ ആരണ്യകത്തിന്റെയോ ബ്രാഹ്മണങ്ങളുടെയോ അവസാന ഭാഗമായിട്ടാണ് ഉപനിഷത്ത് വരിക. എന്നാലും അതിനെ 4ാമത്തെ ഒരു ഭാഗമായിട്ട് പറയുന്നു ഉപനിഷത്ത്. ആ ഉപനിഷത്ത് എന്താണ്? വൈദികന്മാരുടെ അഭിപ്രായത്തിൽ, വേദം പഠിച്ച് പ്രയോഗിക്കുന്ന ആളുകളുടെ യഥാർത്ഥ വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ വേദം ക്രിയയ്ക്ക് വേണ്ടി ഉണ്ടായതാണ്. അതുകൊണ്ട് വേദത്തിലെ ഒരു വാക്യത്തിനും ക്രിയാപരം അല്ലാത്ത അർത്ഥം പറയാൻ പാടില്ല, ജ്ഞാനപരമായ അർത്ഥം പറയാൻ പാടില്ല. പറഞ്ഞാൽ അത് അർത്ഥമാവില്ല, അനർത്ഥമേ ആകൂ എന്നാണ് വൈദികന്മാരുടെ കാഴ്ച. അതാണ് അവരുടെ നിലപാട്. ആമ്നായസ്യ ക്രിയാർത്ഥത്വ അനർത്ഥയ്ക്ക് മതർത്ഥാനാം. ആമ്നായ വേദം, വേദം ക്രിയയ്ക്ക് വേണ്ടിയാകയാൽ ക്രിയാപരമല്ലാത്ത അർത്ഥങ്ങളെല്ലാം അനർത്ഥങ്ങളാകുന്നു. അപ്പൊ ഈ ഉപനിഷത്തില് എടുത്തു വെച്ചിരിക്കുന്ന ആത്മവിജ്ഞാനം ഉണ്ടല്ലോ,
അതെന്തായാലും വിജ്ഞാനമാണല്ലോ, യാതൊരു സംശയമില്ല വിജ്ഞാനം എന്നുള്ളതിന്. അപ്പൊ ആ വിജ്ഞാനം എടുത്ത് അതിൻ്റെ കൂടെ ഒരുപാട് കപട ശാസ്ത്രങ്ങൾ ചേർത്ത്, കഥകൾ ചേർത്ത് അതിനെ മലീമസമാക്കി അതിൽ നിന്ന് യഥാർത്ഥ ശാസ്ത്രം വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത മാതിരിയിലാക്കിയിട്ട് ആണ് ഈ ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞിട്ട് കുറേ ഗ്രന്ഥങ്ങളുണ്ടാക്കി. എന്ത് പറഞ്ഞു? ഈ ഉപനിഷത്തുകള് യജമാന പ്രശസ്തിപരമായ അർത്ഥവാദങ്ങളാണ്. യജമാനൻ യാഗം ചെയ്യുന്ന ആള്, യാഗം ചെയ്യുന്ന ആളുടെ പ്രശസ്തി, പ്രശംസ, യാഗം ചെയ്യുന്നവനെ പ്രശംസിക്കാനുള്ള വാക്യങ്ങളാണ് ഉപനിഷത്ത് വാക്യങ്ങൾ. അല്ലാതെ അതിന് ജ്ഞാനപരമായ അർത്ഥം ഇല്ല. അർത്ഥവാദം എന്ന് പറഞ്ഞാൽ സ്വന്തമായി അർത്ഥം ഇല്ലാത്തതും വേറെ ഏതെങ്കിലും അർത്ഥത്തെ നിന്ദിക്കാനോ പ്രശംസിക്കാനോ വേണ്ടി പറയുന്നതുമായ വാക്യത്തെയാണ് അർത്ഥവാദം എന്ന് പറയുന്നത്. വേദവാക്യങ്ങളെ വിധി, മന്ത്രം, അർത്ഥവാദം, നാമധേയം, നിഷേധം എന്ന് 5 വകയായിട്ട് വിഭജിച്ചിരിക്കുന്നു. ഇതിൽ വിധിയാണ് പ്രധാനം. വിധിവാക്യത്തെ കേന്ദ്രമാക്കിയിട്ടാണ് എല്ലാ വാക്യങ്ങളുടെയും അർത്ഥം ചിന്തിക്കേണ്ടത് എന്നാണ് വേദമര്യാദ. വിധി കർമ്മം ചെയ്യാനുള്ള ആദേശമാണ്. യജേത സ്വർഗകാമ, ഒരു വിധി. സ്വർഗം കാമിക്കുന്നവൻ യാഗം ചെയ്യണം. ഇതൊക്കെ വിധിയാണ്. ഇത്തരം വിധിവാക്യങ്ങളാണ് പ്രധാനം. അതിനോട് ചേർത്ത് വെച്ചിട്ടാണ് ബാക്കി എല്ലാ വാക്യങ്ങളെയും ചിന്തിക്കേണ്ടത്. ഒരു വിധിയോട് ബന്ധപ്പെടുത്തിയല്ലാതെ വേറെ ഒരു വാക്യത്തിന്റെയും അർത്ഥം പറയാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല. വിധിവാക്യ ഏകവാക്യമാണ് വേദം എന്നാണ് വൈദികന്മാരുടെ നിലപാട്. ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ അർത്ഥവാദമാക്കി. നിന്ദാസ്തുതി അന്യതരപരം വാക്യം അർത്ഥവാദ എന്നാണ് അർത്ഥവാദ നിർവചനം. നിന്ദാപരമോ സ്തുതിപരമോ ആയ വാക്യമാണ് അർത്ഥവാദം. ഇവിടെ യജമാന സ്തുതി, യാഗം ചെയ്യുന്നവന്റെ സ്തുതിയാണ് ഉപനിഷത്ത്. അല്ലാതെ അതിൽ ഒരു ജ്ഞാനവും ഇല്ല. ജ്ഞാനം എന്നൊരു ജ്ഞാനമില്ല, ആത്മാവ് തന്നെ ഇല്ല, പിന്നെയല്ലേ ആത്മജ്ഞാനം ഉണ്ടാവാൻ. വൈദികന്മാർക്ക് കർമ്മമാണ് പരമം, കർമ്മത്തിന് മേലെ ഒന്നും ഇല്ല. എത്ര പേർക്ക് അറിയാം എന്ന് എനിക്ക് നിശ്ചയമില്ല. ഈ വേദം നിരീശ്വരവാദമാണ്. എത്തീസം ആണ് വേദം. വേദം ഈശ്വരനെ അംഗീകരിക്കുന്നില്ല. വേദം നിരീശ്വരവാദമാണ്. വേദം പറയുന്നത് ഈ വേദത്തിൽ പറയുന്ന കർമ്മമാണ് പരമമാ, കർമ്മത്തിനപ്പുറം ഒന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ കർമ്മം തരും, നിങ്ങൾ ഈ കർമ്മം ചെയ്യൂ, വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്കൊന്നും തരാനൊരു ഈശ്വരനും ലോകത്തിൽ ഇല്ല. ഈശ്വരനില്ലേ ഇല്ല. ആകെയുള്ളത് ഈ കർമ്മമാണ്. കർമ്മം നിങ്ങൾക്ക് തരും വേണ്ടത്. ഇനി കർമ്മത്തിന് ഫലം തരാൻ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കർമ്മത്തിന് ഫലം തരാൻ എന്തിനാ ഈശ്വരൻ? കർമ്മം ചെയ്താൽ ഫലം തനിയെ വരും. അത് വരാൻ ഇനി ഈശ്വരന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഈശ്വരൻ ഇല്ല എന്നാണ് വേദത്തിന്റെ സിദ്ധാന്തം. വേദം ശുദ്ധ നിരീശ്വരവാദമാണ്. പല ദർശനങ്ങളും നിരീശ്വരവാദമാണ്. ബൗദ്ധം ജൈനവും മാത്രമല്ല നിരീശ്വരവാദം. അത് മാത്രമല്ല നിരീശ്വരവാദം. ഈ നിരീശ്വരവാദം സാങ്ക്യൻ നിരീശ്വരമാണ്. അപ്പോ ഇങ്ങനെ പല ദർശനങ്ങളും നിരീശ്വരവാദപരമായിട്ട് ഉണ്ട്. അങ്ങനെ ഈ ഉപനിഷത്തുകൾ എല്ലാം എടുത്ത് അതിന് വേദത്തിന്റെ ഭാഗമാക്കി യജമാന പ്രശസ്തിപരമായ അർത്ഥവാദമാക്കി ആത്മവിജ്ഞാനത്തെ തീരെ ഇല്ലാതെയാക്കി. എവിടെ നോക്കിയാലും ആത്മവിജ്ഞാനം എന്നൊന്ന് കാണാൻ കിട്ടാതെ ആക്കി. ഇതുപോലെ പല ഗ്രന്ഥങ്ങളും കാണാൻ കിട്ടാതെ ആക്കിയിട്ടുണ്ട്. വേദത്തിന്റെ ഏറ്റവും ഗംഭീരമായ വസ്തുനിഷ്ഠമായ വിമർശനം
ആയിരുന്നു ബാർഹസ്പത്യം എന്ന. ഈ ബാർഹസ്പത്യമാണ് ആദ്യമായിട്ട് സമഗ്രമായി വേദങ്ങളുടെ മുഴുവൻ വാദങ്ങളും പൊളിച്ച് ഈ വേദം പച്ച കള്ളമാണ് എന്ന് തെളിയിച്ച പുസ്തകം. അതിനെ ഉപജീവിച്ചാണ് ചാർവാക ശാസ്ത്രം ഉണ്ടായത്. ചാർവാകന്മാരെല്ലാം പ്രമാണമായിട്ട് പറയുന്നത് ബാർഹസ്പത്യമാണ്. പക്ഷെ ഇന്ന് എന്താ അതിന്റെ അവസ്ഥ? ഇന്ന് ഈ ബാർഹസ്പത്യത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ അറിയുന്നത് ചാർവാക ശാസ്ത്രം വായിച്ചിട്ടാണ്. ചാർവാകൻ ഉദ്ധരിച്ച ഭാഗങ്ങൾ മാത്രമാണ് ഇന്ന് നിലവിലുള്ളത്. ബാർഹസ്പത്യത്തിന്റെ ഒരു വാക്യം പോലും കിട്ടാനില്ല. അത്രയ്ക്കതിനെ നശിപ്പിച്ചു കളഞ്ഞു. ഇതാണ് ആര്യൻ ആക്രമണം കൊണ്ട് നടന്നത്. ഇതാണ് ആര്യൻ അധിനിവേശത്തിന്റെ ഫലം. ഈ ആര്യൻ അധിനിവേശം എന്ന് പറയുന്നത് ചരിത്രകാലത്തെ അധിനിവേശങ്ങളുടെ മാതിരി ആയിരുന്നില്ല. ആര്യന്മാര് ഭാരതം കീഴടക്കി, ഭാരതത്തിന്റെ വിദ്യ കീഴടക്കി നശിപ്പിച്ച്, മാത്രമല്ല നമ്മുടെ ഭാഷ അവരുടെ ഭാഷയാണെന്ന് അവർ അവകാശപ്പെട്ടു. മുഗളന്മാര് പറഞ്ഞില്ല സംസ്കൃതം ഞങ്ങളുടെയാണ്, ഖിൽജിമാര് പറഞ്ഞില്ല സംസ്കൃതം ഞങ്ങളുടെയാണെന്ന്, ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും പറഞ്ഞില്ല സംസ്കൃതം ഞങ്ങളുടെ ഭാഷയാണ്, അതിലുള്ള ശാസ്ത്രങ്ങളൊക്കെ ഞങ്ങളുടെയാണ് എന്ന് ആരും പറഞ്ഞില്ല. പക്ഷെ ഈ നാണം കെട്ട ആര്യന്മാര് പറഞ്ഞു സംസ്കൃതം ഞങ്ങളുടെയാണ്, സംസ്കൃതത്തിലെ ശാസ്ത്രങ്ങളൊക്കെ ഞങ്ങളുടെയാണ്. ആര്യന്മാരുടെ ഭാഷ പൈശാചി, പിശാചുക്കളുടെ ഭാഷയായതുകൊണ്ട് പൈശാചി എന്നാണ് അതിന്റെ പേര്. സംസ്കൃതം ഭാരതത്തിന്റെ ഭാഷയാണ്, ഭാരതീയരുടെ ഭാഷയാണ്. ഇത് കാട്ടറബിയുള്ള ഭാഷയല്ല. കാട്ടറബി എന്ന് പറഞ്ഞത് വെസ്റ്റ് ഏഷ്യ കീഴടക്കി അവിടെ പാർപ്പുറപ്പിച്ചതിന് ശേഷം അവിടുന്ന് പുറപ്പെട്ടു വന്ന ആര്യന്മാരെയാണ് കാട്ടറബികൾ എന്ന് വിളിക്കുന്നത്. വെസ്റ്റ് ഏഷ്യയിലേക്ക് വരുന്നത് സെൻട്രൽ ഏഷ്യ എന്നാണ്. അപ്പൊ ഈ മധ്യേഷ്യക്കാരുടെ ഭാഷയല്ല ഈ സംസ്കൃതം. അവരുടെ ഭാഷ പൈശാചിയാണ്. സംസ്കൃതം ഭാരതത്തിന്റെ ഭാഷയാണ്. ഈ സംസ്കൃതം ഉച്ചരിക്കാൻ പോലും ആര്യന്മാർക്ക് കഴിയില്ലായിരുന്നു. പറഞ്ഞാൽ തിരിയാത്ത ആളുകളാണ് ആര്യന്മാര്, അക്ഷരശുദ്ധിയില്ലാത്ത ആളുകളാണ് അവര്. വളരെ തലമുറകൾ, 10,000 കൊല്ലം ഇന്ത്യയിൽ ജീവിച്ചു കഴിഞ്ഞപ്പോഴാണ് സംസ്കൃതം പറയാനും എഴുതാനും ഒക്കെ ആയത്. അതിനു മുമ്പ് കഴിയുമായിരുന്നില്ല അവർക്ക്. അപ്പോഴും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോഴും അക്ഷരശുദ്ധി എന്ന് പറഞ്ഞത് അന്നൊന്നുമില്ല അവർക്ക്. അപ്പൊ മ്ലേച്ഛന്മാര് എന്ന് പറയുന്നത് ആര്യന്മാരെയാണ്. ആര്യന്മാരും മ്ലേച്ഛന്മാരും എന്നൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം തെറ്റാണ്. ആര്യന്മാരാണ് മ്ലേച്ഛന്മാർ. മ്ലേച്ഛന്മാരെന്ന് പറഞ്ഞാൽ അവ്യക്തമായിട്ട് അക്ഷരം ഉച്ചരിക്കുന്നവര്. മ്ലേച്ഛ അവ്യക്തായം വാചി എന്ന ധാതുവിൽ നിന്നാണ് മ്ലേച്ഛ എന്ന പദം ഉണ്ടാകുന്നത്. അപ്പൊ വാക്കുകൾ, അക്ഷരങ്ങൾ സ്ഫുടതയില്ലാതെ ഉച്ചരിക്കുന്നവരാണ് മ്ലേച്ഛന്മാര്. ഇത് ആര്യന്മാരുടെ പര്യായമാണ്. അപ്പൊ സംസ്കാരശൂന്യര്, യുക്തിശൂന്യര്, മര്യാദ ഇല്ലാത്തവര്, സത്യവും ധർമ്മവും നീതിയും ഇല്ലാത്തവര്, ഭീകരന്മാര്, ഇതൊക്കെയാണ് ആര്യന്മാരുടെ ലക്ഷണം. ഈ ഭീകരാക്രമണം മനുഷ്യർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ പൂർണ്ണമായിട്ട് മനുഷ്യരെ അടിമകളാക്കി, മനുഷ്യ ജീവിതത്തിന്റെ അടിത്തറ മുഴുവൻ ഇളക്കി പറിച്ച് കളഞ്ഞു. മനുഷ്യജീവിതം നിരാധാരമായി. ഇത് മറ്റ് രാജ്യങ്ങളിലും സംഭവിച്ചു, അത് ഭാരതത്തിലും സംഭവിച്ചു. ഇങ്ങനെ ഈ മത അധിനിവേശം, ഭാരതത്തിൽ മതം ഉണ്ടായിരുന്നില്ല. ഭാരതം വിജ്ഞാനത്തിന്റെ നാടാണ്. ഭാരതത്തിലെ മതങ്ങൾ ഉണ്ടാക്കിയത്, ആദ്യകാലത്തെ മതം ഉണ്ടാക്കുമ്പോൾ ആര്യന്മാരും ഇന്ത്യൻ രാക്ഷസന്മാരും കൂടിയാണ് ഉണ്ടാക്കുന്നത്. പിന്നീട്
ആര്യന്മാരുടെ പിന്മുറക്കാർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഉണ്ടാക്കി. ഈ ബൗദ്ധം, ജൈനം, സിഖ് ഇതൊക്കെ ഒറ്റയൊറ്റ ആര്യന്മാരുണ്ടാക്കിയത്. അതിൽ ഭാരതത്തിലെ വൈദികർക്ക് പങ്കൊന്നുമില്ല. പക്ഷെ ആദ്യകാലത്ത് ഉണ്ടാക്കിയ പ്രാചീനമായ മതങ്ങൾ ഇന്ത്യക്കാരും ആര്യന്മാരും കൂടി ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ദൈവങ്ങൾ എപ്പോഴും ആര്യന്മാരാ, ഇന്ത്യക്കാര് ദൈവമാക്കില്ല. ദൈവങ്ങളാക്കണത് എപ്പോഴും ആര്യന്മാരാ. അങ്ങനെ ആര്യന്മാരെ ദൈവങ്ങളാക്കിക്കൊണ്ട് ഒരുപാട് മതങ്ങൾ ഉണ്ടാക്കി. ഇങ്ങനെയാണ് മതം ആരംഭിക്കുന്നത്. അപ്പൊ ഇവരുടെ ആധിപത്യം മതത്തിന്റെയും ആധിപത്യമായിരുന്നു. മതാധിപത്യം ആയിരുന്നു, തിയോക്രസി ആയിരുന്നു. ബലാത്കാരമായിട്ട് മതടിച്ചേൽപ്പിക്കുക, ഭീകര പ്രവർത്തനത്തിൽ കൂടി മതവിശ്വാസം അംഗീകരിപ്പിക്കുക. ഇത് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇത് തന്നെയാണ് ഈ മതം ആദ്യമായിട്ടുണ്ടാക്കിയ കാലത്തെ ആര്യന്മാർ ചെയ്തത്. ഈ ആര്യന്മാരുടെ ആധുനിക കാലത്തെ വിഭാഗമാണ് ഇസ്ലാം മതം ഉണ്ടാക്കിയ മുഹമ്മദ് നബി. അപ്പൊ നബി സ്വാഭാവികമായിട്ട് ആര്യൻ പാരമ്പര്യം അനുസരിച്ച് ഈ മുഴുവൻ ആര്യൻ ക്രൂരതയും ഈ ഭീകരതയും കൊണ്ടുവന്ന മതഭീകരത ആര്യന്മാരുടെ അങ്ങനെ തന്നെ പുനഃസൃഷ്ടിച്ചു ഇസ്ലാം. ഇസ്ലാമിൻ്റെതായ ഒന്നും ഇല്ല. ഇതെല്ലാം ആര്യൻ പാരമ്പര്യത്തിൽ പണ്ടേ ഉള്ളതാണ്. ആര്യന്മാരുണ്ടായ കാലത്ത് ഉള്ളതാണ് ഈ ആര്യൻ ഇസ്ലാം മതത്തിൽ കാണുന്ന വിഷയങ്ങളൊക്കെ. ജിഹാദ്, മതയുദ്ധം. മതയുദ്ധം നബി ഉണ്ടാക്കിയതല്ല. നബി മതയുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ തൻ്റെ പൂർവികരായ ആര്യന്മാര് ചെയ്തതാണ് നബിയും ചെയ്തത്. അതുപോലെ ഭീകര പ്രവർത്തനം പൂർവികര് ചെയ്തത് അങ്ങനെ തന്നെ മുസ്ലിങ്ങളും ചെയ്തു. അത്രയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ മതാധിപത്യം കൂടി ആയിരുന്നു ആര്യാധിപത്യം. ഇങ്ങനെ മതാധിപത്യം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഭാരതീയ വിദ്യ, മനുഷ്യവിദ്യ, ആത്മവിജ്ഞാനം വീണ്ടെടുത്ത് യഥാർത്ഥ സനാതന ധർമ്മം എന്താണ്, അതിൻ്റെ അടിസ്ഥാനമായ വിജ്ഞാനം എന്താണ്, വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ്, ഈ സനാതന ധർമ്മം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതെല്ലാം പുനർനിർവചിക്കേണ്ടത് ഭാരതത്തിൻ്റെ ദൗത്യമാണ്. അതാണ് ഇതിന്റെ അവസാന ഭാഗം, ഭാരതത്തിൻ്റെ ദൗത്യം. ഭാരതീയരായ നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് നമ്മുടെ സ്വത്വം വീണ്ടെടുക്കാൻ പറ്റണം. നമ്മൾ യഥാർത്ഥ ഭാരതീയ വിദ്യ, യഥാർത്ഥ മനുഷ്യവിദ്യ, യഥാർത്ഥ ആത്മവിജ്ഞാനം തെരഞ്ഞ് കണ്ടുപിടിക്കണം. ഉപനിഷത്തുകളിൽ കുറേയുണ്ട്, പാതഞ്ജല സൂത്രങ്ങളിൽ കുറേയുണ്ട്, ശാരീരക സൂത്രങ്ങളിൽ കുറേയുണ്ട്, ആ ഭാരതത്തിൽ കുറേയുണ്ട്, ജ്ഞാനവാസിഷ്ടത്തിൽ കുറേയുണ്ട്. ഇങ്ങനെ പലയിടത്തായിട്ട് ഒരുപാട് കിടപ്പുണ്ട്. ഇതെല്ലാം കൂടി ചകഞ്ഞെടുത്ത് ക്രോഡീകരിക്കാൻ ഒരാൾക്ക് ഒരായുഷ്കാലം കൊണ്ട് കഴിയില്ല. പല പുരുഷായുസ്സുകൾ വേണം ഇത് പൂർണ്ണമായിട്ടും തെരഞ്ഞെടുത്ത് ക്രോഡീകരിച്ച് വയ്ക്കണമെങ്കിൽ. അപ്പോ അതിൽ ഏറ്റവും പ്രധാനമായതുകൊണ്ടാണ് നമ്മൾ ഉപനിഷത്തുകളെ ആദ്യം കയറി പിടിച്ചത്. ഉപനിഷത്തുകളിൽ എന്താണുള്ളത് അത് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് 7 പ്രകരണങ്ങൾ കിട്ടിയത്. അതുപോലെ കർമ്മയോഗം, ഗീതയെ അടിസ്ഥാനപ്പെടുത്തി കർമ്മയോഗവും. ഈ കർമ്മയോഗത്തിന്റെ ബാക്കി എല്ലാ വിശദാംശങ്ങളും മഹാഭാരതത്തിലും ജ്ഞാനവാസിഷ്ടത്തിലും ഒക്കെ ആയിട്ട് കിടപ്പുണ്ട്. ഇങ്ങനെ ഈ ആര്യന്മാര് കടന്നെടുത്ത വിജ്ഞാനങ്ങളെ വികൃതമാക്കിയും വികലമാക്കിയും വെട്ടി നുറുക്കുകയും അവരുടെ കപടശാസ്ത്രങ്ങളുടെ ഇടയിൽ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ വെച്ചത് ഒരുപാടുണ്ട്. ഈ ഉപനിഷത്തിനോട് ചെയ്തത് തന്നെ മറ്റ് വിജ്ഞാനങ്ങളോടും ചെയ്തിട്ടുണ്ട്. അതിൽ കുറേയധികം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. പക്ഷെ അത് വീണ്ടെടുക്കാൻ ആരെങ്കിലും അതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം അതിനു വേണ്ടി ചെലവാക്കി ഇരുന്ന് ചെയ്യാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരണം. ഭാരതത്തിന്റെ ദൗത്യം എന്ന് പറയുമ്പോൾ ഭാരതീയരുടെ ദൗത്യം എന്നാണല്ലോ അതിന്റെ അർത്ഥം.
എല്ലാ ഭാരതീയരും ചെയ്യില്ല, എല്ലാ ഭാരതീയർക്കും അത് ചെയ്യാൻ കഴിവില്ല, ചെയ്യാൻ മനോഭാവവും ഉണ്ടാവില്ല. ചെയ്യാൻ കഴിവുള്ളവര്, ചെയ്യാൻ മനോഭാവമുള്ളവര് ഈ ദൗത്യം ഏറ്റെടുക്കണം. ഭാരതത്തിന് വേണ്ടി മാത്രമല്ല, മുഴുവൻ ലോകത്തിനു വേണ്ടി, മുഴുവൻ മനുഷ്യവംശത്തിനു വേണ്ടി, മനുഷ്യജ്ഞാനത്തിനു വേണ്ടി ആരെങ്കിലും ഇത് ഏറ്റെടുത്തേ മതിയാവും. ഭാരതീയ വിദ്യാപ്രസ്ഥാനം തുടങ്ങുമ്പോൾ നമ്മുടെ ആഗ്രഹം അതായിരുന്നു, ഇതെല്ലാം ചെയ്യാനുള്ള ആളുകൾ പ്രതിഷ്ഠാനത്തിൽ കൂടി ഉണ്ടായി വരണം. പ്രതിഷ്ഠാനത്തിന്റെ ആളുകൾക്ക് ചെയ്യാൻ കഴിവുള്ള ആളുകളെ കണ്ടുപിടിച്ച് ചെയ്യിക്കാം. ഇത് ചെയ്യുന്ന ആള് പ്രതിഷ്ഠാനത്തിൽ അംഗമാകണം എന്നില്ല. ചെയ്യാൻ കഴിവുള്ള ആരെയെ കൊണ്ടും ചെയ്യിക്കാം. കഴിവുള്ളവരൊക്കെ സ്വയം പുറപ്പെട്ടുകൊള്ളണം എന്നില്ല. നമുക്ക് അനുഭവത്തിൽ തന്നെ ഉണ്ടാവും. എഴുതാൻ കഴിയുന്ന എല്ലാവരും എഴുതുമായിരുന്നെങ്കിൽ ഭാഷ ഇന്നത്തേക്കാൾ ഒരു 100 ഇരട്ടി സമ്പന്നമായാണ്. പക്ഷെ എഴുതാൻ കഴിയുന്ന മിക്കവരും എഴുതില്ല. അവർക്ക് സ്വയം പ്രേരണയില്ല. കഴിവുണ്ട്, എഴുതാൻ കഴിവില്ലാത്ത പലരും എഴുതും. അവർക്ക് താൻ എഴുതുന്നത് സത്യമാവണം, ശരിയാവണം എന്ന ഒരു നിർബന്ധവുമില്ല. ഇത് പ്രചരിക്കണം എന്ന് മാത്രമാണ് അവരുടെ ആവശ്യം. അത് നല്ലത് തന്നെയല്ല, നശിപ്പിക്കാൻ വേണ്ടിയാണ് പ്രചരിപ്പിക്കുന്നത്. മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് പ്രചരിപ്പിക്കുന്നത്. അങ്ങനത്തെ ആളുകളാണ് അധികം എഴുത്തുകാർ, കള്ളം എഴുതി കൂട്ടുന്ന ആളുകൾ. അപ്പൊ ഇതൊക്കെയാണ് ലോകത്തിന്റെ അവസ്ഥ. അപ്പൊ ഭാരതത്തിന്റെ ദൗത്യം എന്ന അംശത്തിലേക്ക് വരുമ്പോ, ഈ ദൗത്യം, ഈ വിജ്ഞാനം വീണ്ടെടുത്ത് അതിനെ ശരിയായ രൂപത്തിൽ ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള ആളുകളെ നമ്മൾ സമൂഹത്തിൽ നിന്ന് കണ്ടുപിടിക്കണം. നമുക്ക് കഴിയുന്നത് നമ്മൾ തന്നെ ചെയ്യണം. ബാക്കിയുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്ന ആളുകളെ കൊണ്ട് ചെയ്യണം. പലരും പ്രേരണ ഉണ്ടായാൽ ചെയ്യും. സ്വയം പ്രേരണയില്ലാന്നല്ലോ. ആരെങ്കിലും ഇങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞാൽ കുറേ തവണ പറയുമ്പോ എന്നാ ചെയ്തേക്കാം എന്ന് പലരും വിചാരിക്കും. കഴിവുള്ള പലരുടെയും അവസ്ഥ അതാണ്. ആളുകൾ പറയാറുള്ളതാണ് ഇങ്ങനെയാണ് കഴിവുള്ളവരുടെ അവസ്ഥ. അപ്പോ ഇതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കണം. ഭാരതീയ വിദ്യാ പ്രതിഷ്ഠാനമാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. പ്രതിഷ്ഠാനം അതിന്റെ കുണ്ടമനയായിട്ട് മാറണം. ഈ വിചാര വിപ്ലവത്തിന്റെ, ഈ ബൗദ്ധിക നവോത്ഥാനത്തിന്റെ, ആധ്യാത്മിക നവോത്ഥാനത്തിന്റെ കുന്തമുന ആകാനാണ് ഭാരതീയ വിദ്യാപ്രതിഷ്ഠാനം നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ ഈ ഭാരതത്തിന്റെ ദൗത്യം എന്നത് നിറവേറ്റാൻ ഒന്നാമത്തെ പങ്ക് ഭാരതീയ വിദ്യാപ്രതിഷ്ഠാനത്തിന്റെയാണ്. നമ്മളിൽ നിന്ന് തന്നെ ആളുകൾ ഉണ്ടാകണം, അല്ലാത്തവരെ നമ്മൾ സമൂഹത്തിൽ നിന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ യഥാർത്ഥ ഭാരതം പുനർജനിക്കണം. ഭാരതത്തിന്റെ ആത്മാവ് അതിന് വീണ്ടെടുത്ത് കൊടുക്കണം. ഇപ്പോൾ പരകായ പ്രവേശം ചെയ്തിരിക്കുന്ന ആത്മാവിനെ അവിടെ നിന്ന് പിടിച്ച് പുറത്ത് കളയണം. പരകായ പ്രവേശം എന്നൊക്കെ പറയുന്നത് ഒരു കവിസങ്കേതം ആണെന്ന് വിചാരിച്ചാൽ മതി. ശാസ്ത്ര സത്യമൊന്നുമല്ല. അങ്ങനെ പരകായ പ്രവേശം ഒന്നും ചെയ്യാൻ ഇല്ല. പക്ഷേ ഭാരതത്തിന്റെ അന്തഃസത്ത അതിന് കൈമോശം വന്നു. അതിൽ വേറെ അപസത്ത നിറച്ചിട്ടുണ്ട്. അതെടുത്ത് കളയണം. ഈ വിശ്വാസങ്ങളും ആചാരങ്ങളും ഭാരതത്തിൽ നിന്ന് പോകണം. ഭാരതം അതിനു വേണ്ടിയിട്ടുള്ള നാടല്ല. ഇത് വിജ്ഞാനത്തിന്റെ നാടാണ്. ഇത് സത്യാന്വേഷികളുടെ നാടാണ്. സത്യം സാക്ഷാത്കരിക്കുന്നവരുടെ നാടാണ് ഭാരതം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ കൊള്ളാവുന്ന ഭാരതം ഉണ്ടാകണം. ഓരോ ഭാരതീയനെയും അങ്ങനെ ആക്കണം എന്ന് നമുക്ക് വിചാരിക്കാം. എല്ലാവരെയും ആക്കാൻ പറ്റില്ല. കാരണം ഇതിൽ ആര്യന്മാരും ആര്യന്മാരെ പോലെയുള്ളവരും ഇപ്പോഴും ഉണ്ട്. അവർക്കൊരു മാറ്റവും വരില്ല. അവരെ വിടാം. ബാക്കിയുള്ളവരിന്ന് യഥാർത്ഥ ഭാരതീയരുണ്ട്. ഈ സത്യം, ധർമ്മം, സമ്യജ്ഞാനം ഇതിനൊക്കെ താല്പര്യമുള്ള കുറെ ആളുകളുണ്ട്.
അവരെ നമുക്ക് സമ്പർക്കം ചെയ്യാനും അവരെ വിശ്വാസത്തിൽ എടുക്കാനും അവരെ പ്രേരിപ്പിച്ച് അവരിൽ കൂടി ഇത്തരത്തിലുള്ള വിജ്ഞാനത്തിന്റെ പുനഃസൃഷ്ടി പുനരാഖ്യാനം ചെയ്യിക്കാനും നമുക്ക് സാധിക്കും. അവരിൽ കൂടി പ്രചരിപ്പിക്കാനും നമുക്ക് സാധിക്കും. അങ്ങനെ യഥാർത്ഥ ജ്ഞാനത്തിന്റെ പ്രചാരകന്മാരായി നമ്മൾ മാറുകയും മറ്റുള്ളവരെ മാറ്റുകയും ചെയ്യുക, ഇതാണ് ഈ ഭാരതത്തിന്റെ ദൗത്യം എന്ന അവസാനത്തെ അംശം പറയാനുള്ളത്. നിശ്ചയിച്ച സമയം കഴിഞ്ഞു. 10:45 ഇനി എന്തെങ്കിലും